നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്യന്തിക ലക്ഷ്യം സ്വർഗവും നരകം തന്നെയാണ്. അപ്പം എന്തിന് ഈ ഇരിക്കണ ഞാൻ നിങ്ങൾ ഈ സദസ്സിൽ വന്നത് ഒരേ ഒരുത്തിന് സ്വർഗം കിട്ടാനാണ്. ഒരു സെക്കൻഡ് നരകത്ത് പോകരുത്. എന്തിനാ നോമ്പ് നോൽക്കുന്നത്? ഒരേ ഒരുത്തിന് സ്വർഗം കിട്ടാനാണ്. നരകത്തിൽ സെക്കൻഡ് പോലും പോകരുത്. സക്കാത്തിൻ്റെ വിഹിതം കൃത്യമായി കൊടുത്തില്ല എല്ലാവരും, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആലോചനകളിലാണ് ഞാനും നിങ്ങളും. എന്തേ കാരണം? സ്വർഗവും നരകവും കിട്ടാനാണ്. സമ്പത്തൊക്കെ ഇഷ്ടംപോലെ ചെലവഴിച്ച് ഹജ്ജിന് എന്തിനാ പോണത്? സ്വർഗം കിട്ടാനാണ്. നരകമോചനം ആഗ്രഹിക്കുന്നു. വയസ്സായ മാതാപിതാക്കൾ എന്തിനാ ഞാനും നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്? നമുക്ക് പലപ്പോഴും പല പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗവും നരകം കിട്ടാനാണ്. നമ്മുടെ കർമ്മങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം സ്വർഗപ്രവേശനവും നരകമോചനവുമാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഒരു സെക്കൻഡ് പോലും അള്ളാഹ് നരകത്തിലെത്തിക്കല്ലേ, ഒരു സെക്കൻഡ് പോലും നരകത്തിലേക്ക് എത്താൻ ഇടവരുത്തില്ലേ എന്ന് ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ഇടം കിട്ടണേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എത്രയോ കാലങ്ങളായി ഞാനും നിങ്ങളെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി ഒരു ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ച എങ്ങനെ? സ്വർഗവും നരകം കൊണ്ട്. മക്കയിലെ റസൂലുള്ളാഹിന്റെ പ്രബോധന കാലയളവ് കൃത്യമായി പരിശോധിച്ച് നോക്ക്. അള്ളാഹിന്റെ റസൂലിന്റെ പ്രബോധന കാലയളവിൽ 23 വർഷത്തെ 13 വർഷവും മക്ക ജീവിതകാലമാണ്. ആ കാലയളവിൽ റസൂലുള്ളാഹി ശരിക്കും സ്വർഗവും നരകം, മക്കിയായ സൂറകളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെ, മക്കിയായ സൂറകളൊക്കെ സ്വർഗവും നരകമുള്ളത്. പിന്നെ അള്ളാഹിന്റെ വഹദാനിയത്തും തൗഹീദിനെ പഠിപ്പിച്ചു, സിട്ടാവിനെ ബോധ്യപ്പെടുത്തി, സ്വർഗവും നരകം ബോധ്യപ്പെട്ടപ്പോൾ അത്ഭുതമല്ല പ്രിയപ്പെട്ടവരെ ആ സമൂഹത്തിൽ ഉണ്ടായത്. നമ്മുടെ സമൂഹത്തിൽ ആ ജാഹിലിയത്തിൽ എന്തൊക്കെ തിന്മകളുണ്ടോ അതിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലാണ്. സമൂഹത്തിൽ മാറ്റം വരുന്നില്ല, എന്നും തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, ഹറാമുകൾ വർദ്ധിക്കുന്നു. എല്ലാവരും ഇങ്ങനെ അടക്കം പറയാം, എന്താ ഇപ്പോൾ കാട്ടുക, ന്യൂജനല്ലേ, പുതുതലമുറയല്ലേ, എന്താ ഈ സമൂഹത്തെ മാറ്റാനുള്ള വഴികളെന്ന്. വിശ്വാസികളെ കൃത്യമായി ഖുർആനിലേക്ക് മനസ്സ് തുറന്നു വെക്കണം. ഖുർആനിൽ നിന്ന് സ്വർഗവും നരകവും ബോധ്യപ്പെട്ടൊരു ഉമ്മത്ത് നന്നാകും, ഒരു സംശയ വിഷയത്തിലില്ല. അല്ലെ, ഒരൊറ്റായത്ത് ഞാൻ തുടക്കത്തിൽ മാറിയ വിഷയം ബോധ്യപ്പെടാൻ പറ്റുന്നൊരായത്ത് ഓതിയിട്ട് ഞാൻ സ്വർഗനരകത്തിലൂടെ അല്പം യാത്രയാവുകയാണ്. എല്ലാ തിന്മകളും ചെയ്യുന്ന സമൂഹം പ്രവാചകനോട് വന്നിട്ട് പറയും, നബിയെ ചെയ്യൂല. മുംതഹന എന്ന സൂറത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയില്ലേ? യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇദാ ജാഅകൽ മുഅ്മിനാത്തു, വിശ്വാസിനികൾ നബിയെ നിന്റെ അരികിലേക്ക് വന്നാൽ. യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇദാ ജാഅകൽ മുഅ്മിനാത്തു, വിശ്വാസിനികൾ നിന്റെ അരികിലേക്ക് വന്നാൽ. എന്തിനാ നബിയെ പ്രവാചകരെ അങ്ങയുടെ അരികിലേക്ക് വിശ്വാസിനികൾ വരുന്നതെന്നോ? യുബായിഅനക, ബൈഅത്ത് ചെയ്യാൻ, ബൈഅത്ത് ചെയ്യാൻ നിന്റെ അരികിലേക്ക് വിശ്വാസികൾ വന്നാൽ. അലാ യുശ്രിക്കന ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുൽ പങ്കു ചേർക്കില്ലെന്ന് വന്നു പറഞ്ഞാൽ. ശിർക്ക് ചെയ്തിരുന്നവർ, എല്ലാ തിന്മകളും ചെയ്തിരുന്നവർ, ഹറാമിൽ മത്സരിച്ചോടിയിരുന്നവർ, ശിർക്കല്ലേ ആ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്നത്. ആ ശിർക്ക് ചെയ്യില്ലെന്ന് നബിയെ പെണ്ണുങ്ങൾ നിന്റെ അരികിലേക്ക് വന്നു പറഞ്ഞാൽ. വലാ യസ്രിഖ്ന, മോഷ്ടിക്കുകയില്ലെന്ന് വന്നു പറഞ്ഞാൽ. വലാ യസ്നീൻ, അവിഹിതത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കില്ലെന്ന് വന്നു പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന വാക്കുകൾ കേട്ടോ, മുത്തറസൂൽ ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ചു, വിശ്വാസത്തിന്റെ കൃത്യതയിലേക്ക് എത്തി, സൃഷ്ടിച്ച റബ്ബിനെ ബോധ്യപ്പെടുത്തി. ആ റബ്ബൊരിക്കൽ നരകസ്വർഗം അവർ കൃത്യമായിട്ടങ്ങ് ബോധ്യപ്പെടുത്തിയപ്പോ നരകത്തിന്റെ ചോറ് അവർക്ക് അനുഭവപ്പെട്ടു, സ്വർഗത്തിന്റെ പരിമളം അവർക്ക് അനുഭവപ്പെട്ടപ്പോ പ്രവാചകനോട് വന്ന് പറയും, നബിയെ അലാ യുശ്രിക്കന ബില്ലാഹ്, ഇനി നബിയെ ഞങ്ങൾ ശിർക്ക് ചെയ്യൂല. വലാ യസ്രിഖ്ന, മോഷ്ടിക്കൂല. വലാ യസ്നീൻ, നബിയെ ഇനി ഞങ്ങൾ അവിഹിതത്തിലൂടെ യാത്ര ചെയ്യൂല. വലാ യഅ്തീന ബിബുഹ്താനിൻ യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിന്ന. പിന്നെ ആ സമൂഹം ചെയ്തിരുന്നതിന്റെ തിന്മ എന്താണെന്നോ? പെണ്ണുങ്ങൾ വേണ്ട വൃത്തിയിലൂടെ സഞ്ചരിക്കും, 8 or 10 ആളുകളുമായി ആ സഹോദരിമാർ ഇടപഴകും, ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടും. ഈ ആരിൽ നിന്നോ ആ സഹോദരിക്ക് ഗർഭം ചുമന്നാൽ ആ പെണ്ണെന്ത് കാണിക്കുമെന്നോ? തന്നോട് ശാരീരിക ബന്ധം പുലർത്തിയവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇന്നാളാണ് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെന്ന് പറയുന്ന അപരാധം പോലും അവർ ചെയ്തിരുന്നു. നബിനോട് പറയാം, ഇനി ഞങ്ങൾ പറയില്ല, കുറെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നബിയെ പറയൂല. ആയത്ത് നീണ്ടുപോകുന്നത് എന്താണെന്നോ? ഒരു കാര്യത്തിൽ നബി നന്മക്ക് അങ്ങയുടെ മുന്നിൽ വിലങ്ങ് തടിയാവുകയില്ല. ഇത് നബിയെ അങ്ങയോടവർ ഒന്ന് പറഞ്ഞാൽ നബിയെ അവരെ നീ ബയ്യത്തെടുക്കണം. അപ്പൊ എന്താ? ഓല ഇസ്ലാമിന്റെ മക്കളായി പരിഗണിക്കണം. തിന്മകളൊക്കെ ഇത്രയും വലിയ തിന്മകൾ ചെയ്യുന്നിട്ട് നബിയോട് ഒന്ന് പറയാം, നബിയെ ഇനി ഞങ്ങൾ ചെയ്യൂല, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇനി ഞങ്ങൾ ആ വഴിയിൽ സഞ്ചരിച്ചാൽ ഞങ്ങൾക്ക് ആഖിറ നഷ്ടാക്കും.
നരകത്ത് പോണ്ടി വരും, പ്രയാസകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്ന് വന്ന് നബിയെ അങ്ങയോട് പറഞ്ഞാൽ ഓലെ ഇസ്ലാമിൻ്റെ മക്കളായി പരിഗണിക്കണം. നന്മയുടെ വഴിയിൽ അവർ സഞ്ചരിച്ചോട്ടെ, ഇന്നലകൾ ഹറാമിൻ്റെ വഴിയിലാണ് അവർ സഞ്ചരിച്ചെങ്കിൽ നബിയെ കാര്യമാക്കണ്ട. വസ്തഗ്ഫിർ ലഹുന്ന അവർക്ക് വേണ്ടി പ്രവാചകരെ അങ്ങ് ഇസ്തിഗ്ഫാറിനെ തേടണം. അള്ളാഹിൻ്റെ റസൂലിനോട് പറയുക, ആത്മാർത്ഥമായി അങ്ങ് ഇസ്തിഗ്ഫാറിനെ തേടണം, അള്ളാഹ് പുറത്തു കൊടുക്കുന്നു. എങ്ങനെയാണ് ഈ ഉമ്മത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത് പ്രിയപ്പെട്ടവരെ? ശിർക്ക് ചെയ്തവർ ചെയ്യൂലാറെ, അവീതം ചെയ്തവർ ഇനി ചെയ്യൂല, ചെയ്തു ഞങ്ങൾ ധാരാളം, ഇല്ല ഇനി ചെയ്യില്ല. മോഷണം പതിവാക്കിയവർ ഒന്ന് പറയുന്നു ചെയ്യൂല. ഇത്തരം ഒരവസ്ഥയിൽ നാ ഉമ്മത്തിനെ പ്രിയപ്പെട്ട പ്രവാചകൻ പരിവർത്തിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, സ്വർഗനരകം അവിടെ ഹൃദയത്തിലേക്ക് ശരിയാവണ്ണം പ്രവേശിപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ മനസ്സിലും ആ സ്വർഗനരകത്തെ പറ്റി കൃത്യമായ ധാരണയുണ്ടാകണം. വിശ്വാസികളെ, ഞാൻ പറഞ്ഞല്ലോ, നരകത്തിന്റെ ഭീകരത ഖുർആൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിലെ 1000 ആയത്ത് നരകത്തെ പറ്റിയുണ്ടെങ്കിൽ 1000 ആയത്ത് സ്വർഗത്തെ പറ്റിയുമുണ്ട്. സ്വർഗനരകത്തെ പറ്റിയുള്ള വചനങ്ങൾ വിശ്വാസികളെ ഞാനും നിങ്ങളും പഠിക്കേണ്ടത്. സൃഷ്ടിച്ച റബ്ബിന് നമ്മോട് സ്നേഹമാണ് അല്ലേ? എല്ലാവരെയും നരകത്തിന്റെ അരികിലൂടെ പടച്ചും കൊണ്ടുപോകുന്ന മഹാനായ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം ആയത്താ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. സ്വർഗപ്രവേശനം ആഗ്രഹിക്കണ ഞാനും നിങ്ങളും, എന്നാൽ അള്ളാഹു നരകത്തിന്റെ അരികിലൂടെ ഇങ്ങനെ മെല്ലെ കൊണ്ടുപോകുന്ന. എന്തിനാ? ഇത്രയും പ്രയാസകരമായ നരകത്തിൽ നിന്നാണ് നിന്നെ റബ്ബ് രക്ഷപ്പെടുത്തിയെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുക. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. എല്ലാവരെയും അല്ല നരകത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോകും. അത് സൃഷ്ടിച്ച റബ്ബിന്റെ ഗണ്യതമായൊരു തീരുമാനമാണ്. മുത്തഖീങ്ങളെ പരലുമ്പ അള്ളാഹു രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുട്ടുകുത്തിയ നിലയിൽ ഒരിക്കലും അളകാൻ പറ്റാത്ത രൂപത്തിലോ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണ്. പിന്നെ അവൻ അള്ളാഹു നരകത്തിലേക്ക് തള്ളുമെന്നാണ്. വിശ്വാസികളെ, നരകത്തിന്റെ ഭീകരത കൃത്യമായി ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂൽ ഒരിക്കൽ പറയാണ്, നരകത്തിന്റെ വിഷമങ്ങളും പരലോകത്തിന്റെ അവസ്ഥകളൊക്കെ ഞാൻ അറിഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചേ നിങ്ങൾ ചിരിക്കുള്ളൂ എന്ന്, കുറേ കരയുമായിരുന്നു. ഒരിക്കൽ ഗ്രഹണസ്കാരം നിർവഹിക്കുകയാണ് പ്രവാചകൻ സ്വഹാബത്ത് ഒന്നിച്ച്. അതിലെ റഅയ്തുന്നാറ ജന്ന, സ്വർഗനരകം ഈ നിസ്കാരത്തിൽ പ്രവാചകന്റെ മുഅ്ജിസത്ത് നില കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗവും നരകം റസൂലുള്ളാഹി കാണിച്ചു കൊടുക്കുക. അതില് സ്വർഗം കണ്ടപ്പോ, അതിലെ കനികൾ കണ്ടപ്പോ പ്രവാചകൻ ഒന്ന് കുനിഞ്ഞ് പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിസ്കാരത്തിൽ അതൊക്കെ നടക്കുന്നത്, ഒന്നിങ്ങനെ കുനിയുന്നു. പെട്ടെന്ന് പ്രവാചകൻ പിറകോട്ട് മാറുന്നു. സ്വഹാബാക്കിറാൻ ചോദിച്ചു, നബിയേ എന്തേ നിസ്കാരത്തിൽ സംഭവിച്ചത്? പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പള്ളിയിലുണ്ടായിരുന്നു എന്നാണ്. ജമാഅത്തിന് മാത്രമല്ല, ഗ്രഹനസ്കാരത്തിന് പോലും സ്ത്രീകൾ പള്ളിയിലുണ്ടായിരുന്നു. ആണുങ്ങളെ സഫ് പെണ്ണുങ്ങൾ അടുത്തേക്ക് എത്തിയെന്ന. സ്ത്രീകൾ പള്ളിയിൽ അന്നും പങ്കെടുത്തിരുന്നു, ഗ്രഹണസ്കാരത്തിന് പോലും പങ്കെടുത്തിരുന്നു എന്നതിന് തെളിവായിട്ട് ഉദ്ധരിക്കാറുണ്ട് പണ്ഡിതന്മാർ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ എന്തേ സംഭവിച്ചത്? അവർക്കറിയില്ലല്ലോ, സ്വർഗനരകൻ നബി കണ്ടു എന്നത് അവർക്കറിയില്ലല്ലോ. സ്വഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞു, സ്വർഗനരകം എനിക്ക് കാണിച്ചു തന്നു. സ്വർഗത്തിന്റെ കനികൾ കണ്ടപ്പോ പറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുനിഞ്ഞു. അല്ലാഹ് പറഞ്ഞു, അരുത് നബിയേ. നരകം കണ്ടപ്പോൾ പേടിച്ച് പിറകോട്ട് മാറിയത്. അങ്ങോട്ട് റസൂൽ പറഞ്ഞതിന്റെ വാക്കെന്താണെന്നോ, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീലം വലബഖൈതും കസീറാ, കുറച്ചേ നിങ്ങൾ ചിരിക്കുള്ളൂ, ധാരാളം കരയുമായിരുന്നു എന്നാണ്. നരകത്തിൻ്റെയും അവിടുത്തെ അവസ്ഥകളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അല്പേ ചിരിക്കുള്ളൂ, ധാരാളം നിങ്ങൾ കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. അത്ര ഭീകരമാണ് പ്രിയപ്പെട്ടവരെ പരലോകം. നരകത്തിന്റെ ഭീകരതയെ പറ്റി ഖുർആൻ ഫുർഖാനിൽ അങ്ങനെയാണ് സംസാരിക്കുന്നത്. മോശമായ താവളമാണ്, മോശമായ ഇടമാണ്. സാങ്ങാനാവാത്ത ലോകമാണ് എൻ്റെ മുഅ്മിനീങ്ങളെ നരകം. റബ്ബന സ്രിഫു അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. താങ്ങാനാകൂല, സഹിക്കാനാവൂല, ഓർക്കാൻ പോലും പറ്റില്ല. അങ്ങട്ടല്ലേ നരകത്തിന്റെ അവസ്ഥ, അത്ര ഭീകരമാണ്. പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ സകലമായ അവസ്ഥകളെ പറ്റിയും ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. നരകത്തിന്റെ പാറാവുകാരാ പരുഷ സ്വഭാവികളായ മലക്കുകളാണ്.
സൂറത്ത് തഹരീമിൽ നമുക്ക് പരിചയമുള്ള ആയത്താണല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെ തടി നിങ്ങൾ നോക്കിക്കോ, കുടുംബത്തിന്റെ കാര്യം നോക്കിക്കോ, സ്വന്തത്തിന്റെ കാര്യം ശ്രദ്ധിച്ചോ. എന്നിട്ട് അല്ലാഹ് പറയാ, വഖൂദുഹന്നാസു വൽ ഹിജാറ, കത്തിക്കപ്പെടുന്ന മനുഷ്യരെയും മനുഷ്യരെയും കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. എന്നിട്ടോ അതിന്റെ പാറാവുകാരാരാ, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കഠിന ഹൃദയരും പ്രിയപ്പെട്ടവരെ ഗില്ലത്തുള്ള പരിശുഭാവികളായ മലക്കുകളാ നരകത്തിന്റെ പാറാവുക. എന്ത് പടച്ചോൻ പറഞ്ഞ അപ്പടി നടപ്പാക്കും. ഒരു ദാക്ഷ്യം ഉണ്ടാവില്ല, കണ്ണിച്ചോര ഉണ്ടാവില്ല. റബ്ബ് എന്ത് കൽപ്പിച്ചോ, പിടിക്കവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറയും. റബ്ബിന്റെ ഓർഡർ അവർ നടപ്പാക്കുകയാണ്. ഖുദൂഹു ഫഉല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ സറഉഹാ. ഖുദൂഹു, പിടിക്കണമവനെ, ബന്ധിക്കണമവനെ, ചെങ്ങലകൾ വരികണമെന്ന് റബ്ബിന്റെ കൽപ്പന വരുമ്പോ ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കേൾക്കും, റബ്ബേ ലാ തജ്അൽനാ മിൻഹും, യാ റബ്ബൽ ആലമീൻ എന്ന് മനസ്സിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തോ. ഇതൊക്കെ ഗൗരവത്തോടെ കേൾക്കേണ്ട വാക്കുകളാണ്. ഈ ആയത്ത് ഏതാ? സൂറത്ത് ഹാഖയിലാണ്. അമ്മാമൻ ഊതി കിതാബഹു ബിശിമാലി, ഏതൊരുവന്റെ രേഖ തന്റെ ഇടത് കൈയിൽ നൽകപ്പെടുന്നോ, ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയാ, കിട്ടിയില്ലെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുകയാണ്. ഇതെന്നാ സംഭവിക്കുക? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിച്ചു പോകണ്ടേ? ഉറപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് മരിക്കുന്നതെന്ന്? നരകവും സ്വർഗമൊക്കെ മരിക്കുന്നതോടുകൂടി തീരുമാനിക്കും. കുറെ കാലമുണ്ടല്ലോ എന്നാണ് നമ്മുടെ ധാരണ. ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ, നിങ്ങളത് വിദൂരതയിലാണെന്ന് വിചാരിക്കുന്നു, സമീപസ്ഥമാണെന്ന് ഖുർആനല്ലേ നമ്മോട് സൂചിപ്പിക്കുന്നത്. അല്ലാഹ് പറയാണ്, ഏതൊരുവന്റെ രേഖ ഇടത് കൈയിൽ നൽകപ്പെടുന്നോ അവൻ പറയും, എനിക്ക് വേണ്ട റബ്ബേ യാ ലൈതനീ ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ. ഒരിക്കലും അല്ലാഹ് വിചാരണ അറിയാതിരുന്നെങ്കിൽ. തൊട്ടടുത്ത് പറയാണ്, യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, മരണം എൻ്റെ ജീവിതത്തിൽ എല്ലാറ്റിൻ്റെ അവസാനായില്ലല്ലോ. മരണസമയത്ത് തന്നെ ഓന് നല്ല ഇടങ്ങേറ് സഹിച്ചു, നല്ല ഇടി കിട്ടിയിട്ടുണ്ട്, നല്ല അടി കൊണ്ടിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സത്യനിഷേധി മരിക്കുമ്പോൾ അങ്ങനെയല്ലേ? നസലയിലേഹി മലായികത്തും മിനസ് സമാ, ഒരു സംഘം മലക്കുകൾ ഇറങ്ങി വന്ന് ശരീരമാസകലം അടിച്ചു വേദനിപ്പിച്ചിടാൻ റൂഹിനെ പിടിക്കുന്നത്. ആ അനുഭവം തന്നെ ഓന്റെ ജീവിതത്തിൽ വല്ലാതെയുണ്ട്. ഓൻ പറയാണല്ലോ, മരണം എൻ്റെ ജീവിതത്തിന്റെ അവസാനമായില്ലല്ലോ. വിഷമിക്കുന്ന സമയത്ത് അവൻ വീണ്ടും പറയുന്നു, യാ ലൈതഹാ കാനത്തിൽ ഖാലിയ മാ അഗ്നാ അന്നീ മാലിയ, സ്വത്തറബേ എനിക്ക് ഉപകരിച്ചില്ലല്ലോ. സക്കാത്ത് കൊടുക്കാനുള്ളവർ കൃത്യമായി കൊടുത്തോ പ്രിയപ്പെട്ടവരെ, സ്വതക്കയും കൊടുത്തോ, പിരിവുകൾ കൃത്യമായി കൊടുത്തോ. നാളെ റബ്ബിന്റെ തിരുസന്നിധിയിലെത്തി നരകത്തിലേക്ക് താൻ പോകുമെന്നവന് സാഹചര്യങ്ങളാൽ ബോധ്യപ്പെടുമ്പോ അവിടെ വെച്ചവൻ വിഷമത്തോടെ പറയുന്ന വാക്കാണ്, റബ്ബേ മാ അഗ്നാ അന്നീ മാലിയ, എൻ്റെ ധനം എനിക്ക് ഉപകരിച്ചില്ലല്ലോ. വലം അതിരി, ഇങ്ങോട്ടോ, എൻ്റെ പ്രതാപവും എൻ്റെ സ്ഥാനമാനങ്ങളും എനിക്ക് പോയല്ലോ എന്ന്. മാ അഗ്നാ അന്നീ മാലിയ, എന്നിട്ട് അല്ലാഹ് പറയാ, ആ സമയത്തും ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് അല്ലാഹ് പറയാ, പിടിക്കൂ അവനെ, കെട്ടിവരിഞ്ഞ് നരകത്തിലേക്ക് എറിയൂ. ഖുദൂഹു ഫഉല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ സറഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ, 70 മുഴം ചെങ്ങലകൾ വരിഞ്ഞവനെ നരകത്തിലേക്കിടൂ. ഇളകാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ. ഭയാനകതയുടെ ലോകമാണത്, സഹിക്കാൻ പറ്റാത്തൊരിടമാണത്. വിഷമത്തിനുമേൽ വിഷമം അനുഭവിക്കേണ്ടി വരുന്നു. ഇനി ആയത്തിന്റെ ബാക്കി എന്താ? അള്ളാഹ് ആരോടെങ്കിലും പ്രത്യേകിച്ച് വെറുപ്പുണ്ടോ പ്രിയപ്പെട്ടവരെ? ആരോടെങ്കിലും റബ്ബിന് വല്ലാത്ത അറപ്പുണ്ടോ? എല്ലാവരോടും ഇഷ്ടമുള്ളവനല്ലേ റബ്ബ്. ഞാനും നിങ്ങളും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ പോകരുതെന്ന് ആഗ്രഹിക്കുന്നവനല്ലേ പടച്ച റബ്ബ്. അതുകൊണ്ടല്ലേ അവിടുത്തെ ഈ അവസ്ഥ കൃത്യമായി നമുക്ക് പറഞ്ഞു എന്തുകൊണ്ടാണല്ലോ. എന്തുകൊണ്ടാണ് ഈ വിഷമകരമായ അവസ്ഥയിലേക്ക് അവർ എത്തിയതെന്നോ? ഇന്നഹു കാനലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, കഴിവുറ്റ റബ്ബിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ. നാദിനോ മനസ്സിലാക്കിയിട്ടില്ല, റബ്ബിന്റെ കുദ്റത്തും മനസ്സിലാക്കിയിട്ടില്ല. വലാ യഹ്ളു വലാ തുആമിൽ മിസ്കീൻ, അവൻ ഇഷ്ടം പോലെ ജീവിച്ച് സുഖിച്ച് സന്തോഷിച്ചു നടന്നു. പാവത്തിന്റെ കാര്യം, പട്ടിണി പാവങ്ങളുടെ കാര്യത്തിൽ അവന് മനസ്സ് വെച്ചിട്ടില്ല. ഇതൊക്കെ എൻ്റെ കാരണം കേട്ടോ. അവൻ അല്ലാഹ് കൊടുക്കുന്ന ഫുഡ് എന്താ? വലാ തുആമിൻ ഇല്ലാ മിൻ ഗിസ്ലീൻ.
ആ നരകവാസിയുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലമാണ് പ്രിയപ്പെട്ടവരെ അവന് കുടിക്കാൻ നൽകുന്നത്. ലാ യഅ്കുലുഹു ഇല്ലൽ ഖാതിഊൻ. തിന്മയുടെ ലോകത്ത് സഞ്ചരിച്ചവർക്കല്ലാതെ അത് കുടിക്കേണ്ടി വരില്ല. റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞാലും അപ്പടി നടപ്പാക്കുന്ന മലക്കുകൾ, അതാണ് അവിടുത്തെ പാറാവുക. ഒരു സ്ഥലത്തില്ലേ ഓനെ പിടിച്ച് നരകത്തേക്കാണ് തള്ളൂ എന്ന് പറയുമ്പോ യൗമയുദഊന ഇലാ നാരി ജഹന്നമ ദആ. പ്രിയപ്പെട്ടവരെ, യൗമയുദഊന ഇലാ നാരി ജഹന്നമ ദആ. ദആ എന്ന വാക്കിന്റെ അർത്ഥം പിടിച്ചു തള്ളുമെന്നാണ്. മലക്കളതാ സത്യനിഷേധിയെ പിടിച്ചു തള്ളുകയാണ്. പരിശുദ്ധ ഭാവികളാണ്, കണ്ണിൽ ചോരയില്ലാത്തവരാണ്, സുട്ടാവിന്റെ കൽപ്പനകൾ എന്തോ അപ്പടി നടപ്പാക്കുന്നവർ. യൗമയുദഊന ഇലാ നാരി ജഹന്നമ ദആ. എന്നിട്ട് പറയാ ഹാദിഹിൻ നാറുല്ലത്തി കുന്തും ബിഹാ തുകദ്ദിബൂൻ. കളവാക്കി നടന്നില്ലേ പരലോകം, അത് മൗലവിമാർക്ക് വഴുത് പറയാനുള്ളൊരു വിഷയമാണ്. അതിൻ്റെ ഗൗരവം നീ തിരിച്ചറിഞ്ഞിരുന്നില്ലോ. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ശരീരം കൊണ്ടവൻ അനുഭവിക്കുമ്പോ അല്ലാഹു ചോദിക്കാണ് അഫസിഹിറുൻ ഹാദാ. നരകത്തിൽ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുമ്പോൾ അല്ലാഹു ചോദിക്കും, ഇത് സിഹിറാണോടോ, മാജിക്കാണോ? ഇതൊന്നും സംഭവമല്ലെന്നല്ലേ നീ പലപ്പോഴും പറഞ്ഞിരുന്നത്? അള്ളാഹു വീണ്ടും പറയും, ഇസ്ലൗഹാ, കടന്നെരിയടോ നീ. ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ. ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും നിനക്ക് അനുഭവം അതന്നെ, നിനക്കൊരിക്കലും രക്ഷയില്ല. ഇന്നമാ തുജ്സൗന മാ കുന്തും തഅമലൂൻ. എത്ര കൃത്യമാണ് ആയത്ത്. ഇന്നമാ തുജ്സൗന, നീ ചെയ്തതിൻ്റെ ഫലം നീ അനുഭവിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നരകത്തിൻ്റെ പാറാവുകാരായ മലക്കുകൾ അള്ളാഹു എന്ത് കൽപ്പന നടപ്പാക്കാൻ ആവശ്യപ്പെട്ടോ അത് കൃത്യമായി പ്രിയപ്പെട്ടവരെ നടപ്പാക്കുകയാണ്. നരകത്തിൻ്റെ ആഴം വല്ലാത്തൊരു ലോകമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ നബിയും സഹാബത്തും ഇങ്ങനെ പോണ സമയത്ത് ഒരു ശബ്ദം, വലിയൊരൊച്ച കേൾക്കുക. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്നാ മഅ റസൂലില്ലാഹ്, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇതാ ഇത് സമിയ വജബ, വലിയൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. എവിടുന്നേ ശബ്ദം കേട്ടു എന്ന് ഇങ്ങനെ ആർക്കും അറിയണില്ല. എന്തെങ്കിലും വീണോ, എന്തെങ്കിലും പൊട്ടിയോ? വലിയൊരു ശബ്ദം. പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി ഇങ്ങോട്ട് ചോദിച്ചു, തദറൂന മാ ഹാദാ, ഈ ശബ്ദം എന്താണെന്ന് സഹാബത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, പ്രവാചകരെ അങ്ങേക്കും അല്ലാഹുമല്ലേ അറിയൂ. സാധുക്കളായ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ? റസൂലുള്ളാഹി പറഞ്ഞു, ഹാദിഹി ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫാ. 70 കൊല്ലം മുമ്പ് നരകത്തിലേക്ക് ഇട്ടൊരു കല്ലാണിത്. റസൂലുള്ളാഹി തുറന്നു പറയുന്നു, യഹ്വി ഫിന്നാരി അല്ലാൻ ഹത്തൻതഹാ ഇലാ ഖഅരിഹാ. ഇപ്പോഴാണ് അതിൻ്റെ അടിയിലെത്തിയ ഒച്ചയാണെന്ന്. പേടിപ്പിക്കാൻ പറയണല്ല, കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. വഹയി കിട്ടുന്ന മുത്തറസൂലിന്റെ വാക്കാണ്. നരകത്തിന്റെ ആഴം അത്രേ, എത്ര ആൾ ഉൾക്കൊള്ളാൻ. യൗമ നഖൂലു ലി ജഹന്നം ഹലിം തലഅതി. നരകത്തോട് ചോദിക്കാണല്ല, ഇനിയും നിനക്ക് ആളെ കൊള്ളാൻ കപ്പാസിറ്റി ഉണ്ടോ? ഹൽ മിൻ മസീദ്, എത്ര ആളുകളെയും ഉൾക്കൊള്ളാൻ ഞാൻ വിശാലമാണ്. നരകം അത്രയും വൈബുൽ അതുപോലെ ആഴവും വ്യാപ്തിയും അത്രയും വലുതാണ് പ്രിയപ്പെട്ടവരെ. നരകത്തിലെ ഓരോരവസ്ഥകളും പ്രയാസങ്ങളാണ്. നരകത്തിലെ തട്ടുകളുണ്ട്. ഓരോരുത്തരും അവിടെ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചവർക്ക് വേറൊരു ലോകം. തെറ്റുകൾക്കനുസരിച്ചുകൊണ്ട് ശിക്ഷയിലും വ്യത്യാസമുണ്ട്. സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ വിവിധ തട്ടുകളുണ്ട്. ഏറ്റവും അടിത്തട്ടിലാരാ? കപട വിശ്വാസികൾ. ഇന്നൽ മുനാഫിഖീന, കാപ്പട്ടത്തിൻ്റെ മുഖം മൂടി അണിയല്ലേ പ്രിയപ്പെട്ടവരെ. വിജ്ഞാനവേദിയിൽ വരുമ്പോൾ മറ്റൊരു മുഖം, പള്ളിയിൽ ചെല്ലുമ്പോൾ മറ്റൊരു മുഖം, അങ്ങാടിയിൽ ചെല്ലുമ്പോൾ വേറൊരു മുഖം. പാടില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒരൊറ്റ മുഖമേ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകൂ. കാപ്പട്ടത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും സഞ്ചരിച്ചാൽ, കപട വിശ്വാസികൾ പെട്ടുപോയാൽ, സുഹൃത്തെ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ അടിത്തട്ടിലാണ് കപട വിശ്വാസികൾ. അവിടെ വിശ്വാസിക്ക് ലക്ഷണായി റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ജസ്റ്റ് ഒന്ന് കൂട്ടി വായിച്ചു നോക്കി. ആയത്തുൽ മുനാഫിഖ് സലാസ,
മുനാഫിക്കിന്റെ ലക്ഷണം 3 വാ പൊളിച്ചാൽ നുണ പറയും. ഉണ്ടോ ഇരിക്കണം നമ്മളിലെങ്കിൽ ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ. നുണ പറയുന്ന സ്വഭാവം നമുക്കുണ്ടാകല്ലേ. എന്തൊക്കെ സംഭവിച്ചാലും സത്യമേ പറയാവൂ. വലൂക്കാന മുറാ, കൈപ്പുറ്റതാണെങ്കിലും. 2 റസൂലുള്ള പറയുന്നു, വൈദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. വിശദീകരിക്കുന്നില്ല സഹോദര. വഇദുതു മിനഹാ ഖാന, വിശ്വസിച്ചാ ചതിക്കുക. വൈദാ ഫജറ ഫസഖ, പിണങ്ങിയ തെറി പറയാം. ഇതൊക്കെ കാപ്പറ്റുന്ന ലക്ഷണം. നരകത്തിന്റെ അടിത്തട്ട്. സുഹൃത്തുക്കളെ, പരലോകത്തെത്തുന്ന സമയത്ത് ഓരോരുത്തരും വേഗമുണ്ട് അല്ലേ? ഓരോരുത്തർ ഇപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന്, ഞാൻ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് മനസ്സിലാവും. ആരെന്ത് തെറ്റ് ചെയ്തു എന്ന് അവിടെ ചോദിക്കേണ്ടതില്ല. ഓരോരുത്തരും ഇങ്ങനെ കമ്പാർട്ട്മെന്റ്. അവീതക്കാർ ലോകത്ത് ഇങ്ങനെ ഉണ്ടാവും, പലിശക്കാർ മറ്റൊരു ലോകത്ത്, ലഹരിക്കാർ മറ്റൊരു ലോകത്ത്, ശിർക്ക് ചെയ്തവർ കഠിനമായ ശിക്ഷയുടെ ലോകത്ത്. ഒക്കെയും കൃത്യമായി റഹ്മാനായ റബ്ബ് വേർതിരിക്കും. ലാ യുസ്അലു അൻ ദംബിഹി, ആരെന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കേണ്ടതില്ല. യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും, അടയാളങ്ങൾ കൊണ്ട് ഓരോരുത്തരെയും വേർതിരിച്ചറിയും. ഫയൂഖദു ബിന്നവാസി വല്ലഖ്ദാം, അവന്റെ കുടുംബക്ക് പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയും. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത തട്ടുകളുണ്ട്. ശിക്ഷകൾക്കനുസരിച്ചുകൊണ്ട് ശിക്ഷയിൽ ഏറ്റ വ്യത്യാസമുണ്ട്. പ്രയാസങ്ങളുടെ മേൽ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ പരലോകം. അവിടുത്തെ ഓരോരോ കാര്യങ്ങളും ശിക്ഷയുടെ ഇനങ്ങളാണ്. നരകത്തിൽ കത്തിക്കപ്പെടുന്ന എന്താ? കല്ലാണ്. മനുഷ്യന്റെ കൂടെ കത്തിക്കപ്പെടുന്ന എന്താ? കല്ല. കല്ലിന്റെ അവസ്ഥ എന്താ? സാധാ ഡിഗ്രി പോലല്ലോ, 10, 700, 600 ഡിഗ്രി വേണം കല്ല് ചൂടാകാൻ, ഒരുക്കിയെടുക്കാനൊക്കെ. അതിങ്ങനെ അതിൻ്റെ കൂടെ മനുഷ്യരെ കത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചിന്താർഹമാണ്. എൻ്റെ മോമിനിങ്ങളെ, ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട വാക്കാണത്. വഖൂദു ഹന്നാസു വൽ ഹിജാറ, വഖൂദു ഹന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയുമാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. ബഖറ സൂറയിലും ആ വഖൂദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഖുർആൻ വെല്ലുവിളി നടത്തിയപ്പോ, കൊണ്ടുവരികടാ നിങ്ങൾ ഖുർആനെ പോലൊരു ഗന്ധം കൊണ്ടുവരിൻ. ഫഇല്ലൻ തഫ്അലൂ വലൻ തഫ്അലൂ, സാധ്യമല്ലേ, ജീവിതത്തിൽ നിങ്ങൾക്ക് സാധ്യമല്ല. ഈ ഖുർആൻ അംഗീകരിക്കാതെ, അതിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വരാതെ, അതിനെ അവഗണിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ധിക്കാരത്തോടെ നടക്കുന്ന കൂട്ടരെ, ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ, നിങ്ങൾ ഒരുക്കാനല്ല, നിങ്ങളെ ഒതുക്കാനല്ല നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉഇദ്ദത്തിൽ കാഫിരീൻ, ഇത്തരം ആളുകൾക്കാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. സത്യനിഷേധികളുടെ സങ്കേതമാണ് പ്രിയപ്പെട്ടവരെ നരകം. അപ്പം എന്താ? നരകത്തിൽ കത്തിക്കപ്പെടുന്ന വഖൂദു ഹന്നാസു വൽ ഹിജാറ, കല്ലുകളാണ്. ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ നമ്മുടെ മക്കൾ ആ കൂട്ടത്തിലുണ്ടാകുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് ആ കൂട്ടത്തിലുണ്ടാകുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഇടങ്ങേറിലേക്ക് പോകേണ്ടി വരുമോ? ആലോചിച്ചോ പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ നഷ്ടക്കാരാരാണെന്നോ? സ്വന്തങ്ങളെ സ്വർഗത്തിൽ കിട്ടാത്തവരാണ്. ഏറ്റവും വലിയ നഷ്ടക്കാരാരാണെന്നോ? ഓടപ്പറപ്പിങ്ങളെ കൂടെ കിട്ടാത്തവരാണ്. ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ, ഏറ്റവും വലിയ നഷ്ടക്കാർ കച്ചവടത്തിൽ ലാഭം കിട്ടാത്തവരല്ല, ഇവിടെ എന്തെങ്കിലും സംരംഭങ്ങളിൽ പരാജയപ്പെടുന്നവരല്ല, സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും കൂടെ കിട്ടാത്തവരാ. എല്ലാവരും ആലോചിച്ചോളൂ. ഈ വിറകായി കത്തിക്കപ്പെടുന്ന കൂട്ടത്തിൽ കല്ലിൻ്റെ കൂടെ സുഹൃത്തേ നമ്മുടെ മക്കളെ കത്തിക്കപ്പെടുമോ? നമ്മൾ നമസ്കരിക്കാൻ ജമാഅത്തിന് പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ മക്കളെയും നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. സുഹൃത്തേ, വിജ്ഞാനവേദിക്ക് വരുമ്പോൾ ഇവിടെ നിന്നോ, എൻ്റെ കൂടെ വരണ്ട, അല്ലെങ്കിൽ അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെയാണോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇങ്ങോട്ട് വന്നതെങ്കിൽ ഗൗരവത്തോടെ ആലോചിച്ചോ സുഹൃത്തേ. 10-50 കൊല്ലം ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും, അതാ നാളെ പരലോകത്ത് ഭർത്താവും നരകത്തിൽ കല്ലിന്റെ കൂടെ കത്തിക്കപ്പെടുന്ന ഇന്ധനമായി മാറുന്നു. ആലോചിച്ചോളില്ലാരും. അതുകൊണ്ട് ആയിഷ, നരകം ഭീകരമാണേ. ഒരു കാരക്ക് ചീള് കൊടുത്തെങ്ങാനും രക്ഷപ്പെടാൻ പഴുതുണ്ടെങ്കിൽ ആയിഷ ശ്രദ്ധിക്കണേ എന്ന് റസൂലുള്ളാഹി ചേർത്ത് പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഭയാനകമാണ് നരകത്തിന്റെ ഓരോരോ അവസ്ഥകൾ. നരകത്തേക്ക് എങ്ങനെ മനുഷ്യരെ കൊണ്ടുവരാന്നോ? മുഖം കുത്തിയ നിലയിൽ ഇങ്ങനെ കൊണ്ടുവരും. അപമാനിക്കുന്ന ലോക പ്രിയപ്പെട്ടവരെ നരകം എന്ന് പറഞ്ഞാൽ. എല്ലാരെയും അപമാനിക്കുന്ന ലോകമാണ്, എല്ലാരെയും തൊലിയിരിക്കുന്ന ലോകമാണ് അല്ലേ? എല്ലാരെയും തൊലി, നമ്മുടെ തനി നിറം അവിടെ ഇങ്ങനെ വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് ആരെ പറ്റി ഒന്നും ചോദിക്കണ്ട, അവൻ്റെ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയുന്നു.
മുഖം കുത്തിയ നിലയിൽ. സ്വഹാബാക്കിറാൻ ചോദിച്ചു, നബിയേ എങ്ങനെ മുഖം കുത്തിയ നിലയിൽ? അപ്പൊ കാൽമേൽ പോട്ടോ? പ്രവാചകൻ ആ സഹാബത്തിനോട് പറഞ്ഞു, അലൈസല്ലദീ അംശാഹും അലാ റജുലിഹിം ഫിദ്ദുനിയാ, കാലിൽ ദുനിയാവിൽ നടത്താൻ സാധിപ്പിച്ച റബ്ബ്, രണ്ട് കാലിൽ ഈ ദുനിയാവിൽ നടത്താൻ കഴിവുള്ള പ്രാപ്തിയുള്ള റബ്ബിന് ബിഖാദിരിൻ, അവൻ കഴിവുള്ളവനാണ്. അലാ യുംശിയുഹും അലാ വുജൂഹിഹിം യൗമൽ ഖിയാമ, പരലോകത്ത് നിങ്ങളെ തല കൊണ്ട് നടത്താൻ അല്ലാഹ് കഴിയുന്നതാണ്. അതൊക്കെ അപമാനത്തിന്റെ വല്ലാത്തൊരവസ്ഥയാണ്, പ്രയാസപ്പെടുത്തലിന്റെ വല്ലാത്തൊരവസ്ഥയാണ്, നിന്ദിക്കുന്ന ലോകമാണ് പ്രിയപ്പെട്ടവരെ. നജ്സി കുല്ല കഫർ, നന്ദി കെട്ടവന് കൃത്യമായി റബ്ബ് കണക്ക് നോക്കി കൊടുക്കുമെന്ന് ഖുർആൻ പറയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭക്ഷണപാനീയം പ്രയാസകരമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? വിശപ്പിന് ഭക്ഷണം നമുക്ക് റാഹത്താണ്. നല്ല അല്ലേ? നോമ്പുറക്കുന്ന സമയത്ത് ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്, എന്തോ റാഹത്ത്. അങ്ങനെ ഇറങ്ങിപ്പോണെന്ന് നമ്മളറിയാണ്. എന്താ ഭക്ഷണവും വെള്ളവും എന്നൊക്കെ പറയുമ്പോൾ, തണുപ്പ് എന്നൊക്കെ പറയുമ്പോൾ, തണൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദുനിയാവിലൊരു മനസ്സിന് ആശ്വാസമാണ്. എന്നാൽ അവിടുത്തതൊക്കെ അടങ്ങാറ്. ആ തണലൊക്കെയാണ് മാറിയിരിക്കും പറയും, ആ തണലൊക്കെ മാറിയിരിക്കും. ഓ തണൽ നെല്ലെന്ന് കേൾക്കുമ്പോൾ കരിമ്പുകയുടെ ചുരുളുമായി ഇറങ്ങി വരുന്ന കരിമ്പുകയുടെ ചുരുളാണ്. അപ്പൊ വിഷമാണ്, പ്രയാസാണ്. തണലിൻ തലിക്കോ ഇലാമാലിക്കോ ഇലാ ളിൻ ദീ സലാസി ശുഅബിൻ ലാ ളലീലിൻ വലാ യുഗ്നീ മിനൽ ലഹബ്. ആ തണലിക്ക് നിന്നവൻ ആശ്വാസമില്ല, കുളിർമയില്ല, പ്രയാസത്തിന് മേൽ പ്രയാസം. ഭക്ഷണവും പ്രയാസ പ്രിയപ്പെട്ടവരെ. അവിടുത്തെ ഒരു ഭക്ഷണത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് നമുക്കൊക്കെ പരിചയമുള്ള ആയത്താ. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ് ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂഅ്. ദരീയിൽ നിന്നാണ് ഫുഡ്. മറ്റിടത്തോ ദുഖാൻ സൂറയിൽ ശജറത്ത സഖൂം തആമുൽ ലസീം, പാപി നിന്റെ ഭക്ഷണം സഖൂമിൽ നിന്നാണ്, നരകത്തിന് മുളച്ചു പൊങ്ങുന്നൊരു മരാണ് സഖൂം. അതിൻ്റെ ഭക്ഷണം സത്യന് കഴിക്കാൻ കൊടുക്കണം. ആലോചിച്ചൊക്കെ, ഞാൻ ഈ ആയത്ത് എപ്പോഴും ഓതുമ്പോൾ എൻ്റെ മനസ്സിൽ അള്ളാഹ്ക്ക് നമ്മോടുള്ള ഇഷ്ടമാണ് പറയാറ്. ഒരു ഫുഡ് കഴിച്ചാൽ ആ വയറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പോലും പടച്ചു മുൻകൂട്ടി നമുക്ക് പറഞ്ഞെന്താ? ഈ സഖൂം വൃക്ഷത്തിൽ നിന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ബുദ്ധിയുള്ള തൻ്റെ ഇടമുള്ള ഒരു മനുഷ്യന് എത്തിപ്പെടാതിരിക്കാൻ. സഖൂം വൃക്ഷമാണ്. ഇന്ന ശജറത്ത സഖൂം തആമുൽ ലസീം കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ. ആ ഫുഡ് വയറ്റിലെത്തുമ്പോഴേക്കൊന്നും വയറതാ തിളച്ചു മറിയുകയാണ്. അടുപ്പത്ത് വെച്ച ആ ഒരു പാത്രത്തിലെ വെള്ളം വെട്ടിത്തിളക്കുന്നത് പോലെ, കാലിൽ ഹമീം, വെള്ളം ഇങ്ങനെ വെട്ടിത്തിളക്കുന്ന പോലെ വയറിങ്ങനെ തിളച്ചു മറി. ഇതെന്തിനാ? ലായുസ്മിനു വലാ യുഗ്നി, ഓന് പോഷണം നൽകാനോ വിശപ്പിന് പരിഹാരമല്ല, ഓനൊന്നും ഇടങ്ങേറാക്കും. ചുട്ടുതിളക്കുന്ന വെള്ളം അവൻ കുടിച്ചേ പറ്റൂ. കുടിപ്പിക്കും. സുക്കോ എന്ന് പറഞ്ഞെന്താ? കുടിപ്പിക്കും സുഹൃത്തെ. ചുട്ടുതിളക്കുന്ന വെള്ളം അവനെ കുടിപ്പിക്കും. മറ്റൊരിടത്തുള്ള പറയുന്നു, ദാഹിച്ചു വലഞ്ഞൊരൊട്ടകം നാളുകൾക്ക് ശേഷം ഒരൽപ്പം വെള്ളം കിട്ടുമ്പോ എത്ര ആർത്തിയോടുകൂടിയാണ് ആ വെള്ളം കുടിക്കുക. അതുപോലെ അവൻ ആർത്തിയോടുകൂടി വെള്ളം മോന്തി കുടിക്കും. ഏത് സൂറത്താ? വാക്യ സൂറയാണ്. ആയത്തുകൾ ഞാനിങ്ങനെ ഓതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ സൂറ ഇങ്ങനെ മനസ്സിൽ വരും. അസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, അസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ. ഇടത് കൈയിൽ പുസ്തകം വാങ്ങുന്നവർ ആരാണോ? ഇടത് കൈയിൽ പുസ്തകം വാങ്ങുന്നവർ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബല ദാലിക മുത്തർഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം സുമ്മ ഇന്നക്കും അയ്യുഹൽ ളാല്ലൂനൽ മുകദ്ദിബൂൻ ഫനുസുലും മിൻ ഹമീം. വിശ്വാസികളെ പേടിക്കേണ്ട ആയത്ത്. ഇടത് കൈയിൽ പുസ്തകം വാങ്ങുക. എത്ര ആയത്തുണ്ട്? ആരാ ഇടത് കൈയിൽ പുസ്തകം വാങ്ങുന്നവർ? ഫീ സമൂമിൻ, ചുട്ടുതിളക്കുന്ന വെള്ളത്തിലാണവർ. സമൂം എന്ന വാക്കിൻ്റെ അർത്ഥം ചുട്ടുതിളക്കുന്ന വെള്ളത്തിലാണവർ. ഹമീം, സമൂമിൻ വഹമീം, തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റാണ്. അല്ലാഹ് പറയാണ് സമൂമിൻ ഹമീം ലാ ബാരിദിൻ, തണലേകൂല, തണുപ്പ് നൽകൂല, നിനക്ക് സുഖദായകല്ല. ഇനി ശ്രദ്ധിച്ചോളും പ്രിയപ്പെട്ടവർ, ആരാണ് ഈ വിഷമത്തേക്ക് എത്തിപ്പെടുന്നത്?
ഇനിയാണ് കണ്ണു തുറന്നു. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്തറഫീൻ. സൃഷ്ടിച്ച റബ്ബിനെ വിസ്മരിച്ചുകൊണ്ടവൻ സുഖിച്ചവരാണ്. നോമ്പ് വന്നു, വീട്ടിൽ ദീനില്ല, അത്താഴത്തിന് എഴുന്നേൽക്കുന്നില്ല, സുഹൃത്തേ ഖുർആൻ പാരായണമില്ല, തറാവീഹ് നമസ്കാരമല്ല, ഖുർആൻ എടുത്തോതുന്നൊരവസ്ഥയില്ല, വെറും ദുനിയാവിൽ ആലോചനകൾ മാത്രമാണ് വീട്ടിലുള്ളത്. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്തറഫീൻ. അവരാരാ? ദുനിയാവിൽ അവരെങ്ങനെയായിരുന്നു? ഈ പ്രയാസത്തിക്ക് എത്തിയവരെ പറ്റി പഠിച്ച പറയാ, സുഖിയന്മാരായി ഇങ്ങനെ കഴിയായിരുന്നു. ഒരു കാര്യം തെറ്റാണെന്നറിഞ്ഞാൽ ആവർത്തിക്കല്ല പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം ഹറാമാണെന്നറിഞ്ഞാൽ പിന്നെ ചെയ്യല്ലേ പ്രിയപ്പെട്ടവരെ. പലിശ ഹറാമാണെന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആ വിഷയത്തിൽ പാടില്ല. ശിർക്കിൻ്റെതാണെന്നറിഞ്ഞാൽ, സുന്നത്തിൻ്റെതാണെന്നറിഞ്ഞാൽ, ബിദ്അത്തിൻ്റെതാണെന്നറിഞ്ഞാൽ പിന്നെ ആ ലോകത്തേക്കൊരു വിശ്വാസി പോകാൻ പാടില്ല. നരകത്തിൽ പ്രയാസപ്പെടുന്നവരാരാ? വക്കാനു യുസിറൂന അലൽ ഹിൻസിൽ അലീം. വമ്പിച്ച പാപത്തിൽ അവർ ശടിച്ചു നിൽക്കുന്നവരാണ്. ഓലാസക്കും വിഷന്ന് കഴിക്കേണ്ടി വരും, ഓലാലരിയിൽ നിന്ന് കഴിക്കേണ്ടി വരും. യുസിറുവനാലിൽ ഹിൻസിൽ അലീം. എന്നിട്ട് പിന്നെ അവൻ്റെ ഒരു അവസ്ഥ എന്താ? പരലോകമൊക്കെ പറഞ്ഞാൽ കളിയും തമാശയാണ് അല്ലേ? പരലോകം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാമിത്തനാവ കുന്നാത്തുറാബും വഇലാമ. മണ്ണായി അസ്ഥിശകലങ്ങളായി മണ്ണോട് ചേർന്നാൽ ഐനാലമബഊസൂൻ, ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? അതിന് അള്ളാഹ് കൊടുത്ത മറുപടി എന്താ? ഉയർത്തെൽപ്പിക്കാൽ അന്യന്റെ വല്ലിപ്പാരെയൊക്കെ കൊണ്ടുവരുന്ന അവ ആബാഉനല്ലവലൂൻ. മേക്കാല് വെച്ച് സംസാരിക്കുകയാണ്. ഞാനും വരുമെന്നോ? പൂർവികരായ ഞങ്ങളുടെ മാതാപിതാക്കളും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നോ? പറയൂ പ്രവാചകരെ, കുൽ ഇന്നൽ അവ്വലീന വല്ലാഖിരീൻ. ആദം നബി മുതൽ എത്ര കോടി മനുഷ്യർ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടോ, മരിച്ചു പോയിട്ടുണ്ടോ? ലമജ്മൂന ഇലാ മീഖാതി യൗമിൻ മഅലൂം. നിർണിത ദിവസത്തിലേക്ക് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. സെക്കൻഡ് മതി പ്രിയപ്പെട്ടവരെ. അത് വാക്യ സൂറത്തിന്റെ സൗന്ദര്യം എന്താണെന്നോ? ഇതിങ്ങനെ പറഞ്ഞിട്ട് പടച്ചോ പറയുന്നുണ്ട്, ബുദ്ധിയും തൻ്റെയുള്ള മനുഷ്യനോട് ചിന്തിക്കാൻ പോകാറുണ്ട്. ഒരു 4 ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നിലൊക്കെ ഒരു കഴിവുറ്റ നാഥന്റെ ഇടപെടലുണ്ടെങ്കിൽ ഇത് വസ്തുതയാണെന്ന് ബോധ്യപ്പെടുത്താൻ. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഫറഅയ്തും മാ തഹറുസൂൻ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. ഓല മനസ്സിലെ, സഹാബത്തിന്റെ മനസ്സിൽ ശരിക്കും പരലോകം തട്ടിയത് ഇങ്ങനത്തെ ആയത്തുകൊണ്ടാണ്. പരലോകോല മനസ്സിക്ക് ബോധ്യപ്പെട്ടത് ഇങ്ങനത്തെ ആയത്തുകൊണ്ടാണ്. തീനെ പറ്റി അവർ ചിന്തിച്ചു, വെള്ളത്തെ പറ്റി അവർ ചിന്തിച്ചു, കൃഷിയിടത്തെ പറ്റി അവർ ചിന്തിച്ചു. അപ്പോൾക്ക് മനസ്സിലായി ഇത് യാഥാർത്ഥ്യമാണെന്ന്. എല്ലാരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചതിനു ശേഷം അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നോ? സുമ്മ ഇന്നക്കും അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ. വഴിപഴവിലൂടെ സഞ്ചരിച്ച് ദീനിനെ പുച്ഛിച്ച് പരീക്ഷിച്ച് നടന്നവരെ, ഫമാലിഊന മിൻഹൽ ബുത്തൂൻ ളാലൂനൽ മുകദ്ദിബൂൻ ലാകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം. കഴിക്കിനടാ സഖൂം വൃക്ഷത്തിൽ നിന്ന്, കഴിപ്പിക്കും പ്രിയപ്പെട്ടവരെ. മാലിഊന മിൻഹൽ ബുത്തൂൻ, വയറ് നിറച്ചേ പറ്റൂ. ശാരിബൂന അലൈഹി മിനൽ ഹമീം, ചൊട്ട് തിളക്കുന്ന വെള്ളം അതിന് അല്ലാഹു വെള്ളമായി കുടിക്കാൻ നൽകപ്പെടുകയാണ്. ദാഹിച്ചു വലഞ്ഞൊട്ടകം മോന്തി കുടിക്കുന്നത് പോലെ കുടിച്ചേ പറ്റൂ. ഇടള്ളവരെ അണക്കുള്ള വിരുന്നതാണെന്ന്. അതാനുസുലും യോമദ്ദീൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭീകരമാണ് പ്രിയപ്പെട്ടവരെ. അവിടുത്തെ ഭക്ഷണം വിഷമാണ്, വെള്ളം പ്രയാസമാണ്, എല്ലാം പ്രയാസമാണ്. ഡ്രസ്സ് അണിയിക്കപ്പെടുന്ന തീയ ഡ്രസ്സാണ്. ഡ്രസ്സ് തീയ. വല്ലദീന കഫറൂ, സത്യനിഷേധി, ഖുത്തിഅത് സിയാബും മിൻ നാർ. തീയിനാൽ ഡ്രസ്സാണ് നിനക്ക് മുറിച്ചു തരുന്നത്. അതും പ്രയാസപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ. നരകത്തിലെ വസ്ത്രവും പ്രയാസാണ്, എല്ലാം പ്രയാസാണ് അല്ലേ? ഡ്രസ്സിനെ പറ്റി ഖുർആൻ പറയാണ്, തറൽ മുജ്രിമീന മുഖറനീന ഫിൽ അസ്വാദ്. ചെങ്ങലകൾ, അത് ഒരു വല്ലാത്തൊരു ഖുർആനിൽ ആവർത്തിച്ചു വന്നൊരു വാക്കാണ്. ചെങ്ങലകൾ ബന്ധിക്കപ്പെട്ടതിൽ ഒന്ന് കൈകാലും ഇട്ട് അടിക്കാനും പറ്റൂല. ചെങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് അവൻ നരകത്തിൽ. കേട്ടോ, സറാബീലുഹും മിൻ ഖതിറാൻ, സറാബീലുഹും മിൻ ഖതിറാൻ. പ്രിയപ്പെട്ടവരെ, ഖതിറാൻ എന്ന് പറഞ്ഞാൽ ടാറ് ഖേ, അതാണ് അവൻ്റെ സറാബീൽ എന്ന് പറഞ്ഞ അവൻ്റെ ഡ്രസ്സ്, അവൻ്റെ പാൻറ്റും കുപ്പായൊക്കെ. മിൻ ഖതിറാൻ വുജൂഹുഹും മുന്നാർ,
നരകം തീ കൊണ്ട് ഇങ്ങനെ പൊതി. സറാബീലും മിൻ ഖത്റാൻ തഗശാ വുജൂഹും. സുഹൃത്തുക്കളെ, എന്ന ജീവൻ പോകോ? കുറച്ചേരൊക്കെ ഇത് അനുഭവിച്ചിട്ട് മരിക്കായിരുന്നു. അത് നടക്കൂല അല്ലേ? ഇങ്ങനത്തെ ഒരു നരകം പോണോ പ്രിയപ്പെട്ടവരെ? ആകാശലോകത്തിലൂടെ കണ്ണോടിച്ചപ്പോൾ റബ്ബിനെ എനിക്ക് ബോധ്യപ്പെട്ടോ? കഴിവുറ്റ റബ്ബിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ഇതൊരു പരമ യാഥാർത്ഥ്യമാണ്. നരകത്തിൽ മരണം സംഭവിക്കൂല. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അതല്ല പ്രിയപ്പെട്ടവരെ പ്രശ്നം. ഒരല്പസമയം മരണം സംഭവിച്ചാൽ, ഒരല്പസമയം കൊണ്ട് മരണം സംഭവിച്ചിരുന്നുവെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു. അതല്ലേ ചില ആളുകളൊക്കെ വണ്ടിക്കാണ് തല വെക്കണത്, മണ്ണെണ്ണ പാർന്ന് തീ കൊളുത്തുന്നത്, പെട്രോൾ ഒഴിച്ചുകൊണ്ട് ജീവൻ കളയുന്നത്. സെക്കൻഡ് കൊണ്ട് റൂഹ് പിരിഞ്ഞാലേ ഇത് റൂഹ് നൽകിയ റബ്ബും മരിപ്പിക്കൂല, മരണം സംഭവിക്കൂല. നീറിയവൻ കാലാകാലം ലാബിസീന ഫീഹാ അഖാബാ, കാലങ്ങളായി അവൻ നരകത്തിന്റെ ഭീകരതയിൽ മുന്നോട്ട് പോകേണ്ടി വരികയാണ്. വല്ലദീന കഫറു, ഞാൻ ആമുഖത്തിൽ ഓതി കേൾപ്പിച്ചില്ലേ ഒരു വചനം? സത്യനിഷേധി, നിനക്ക് നരകമാണുള്ളത്. വല്ലദീന കഫറു, സത്യനിഷേധി എന്ന് കേൾക്കുമ്പോ, ഈ ക്ലാസ് കേൾക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കല്ല സത്യനിഷേധി എന്ന് കേൾക്കുമ്പോൾ അമുസ്ലിമാണെന്ന്, മറ്റുള്ളവരാണെന്ന്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് സത്യനിഷേധികൾ ഭൂരിഭാഗവും. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്നറിഞ്ഞിട്ടും, പരലോകം സത്യമാണെന്നറിഞ്ഞിട്ടും, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നറിഞ്ഞിട്ടും, എല്ലാം മനസ്സിലാക്കിയിട്ടും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാതെ അംഗീകരിച്ച് അതിനെ നിഷേധിക്കുന്നു. അതാണ് കുഫാർ. സത്യനിഷേധിയും നിനക്ക് നരകമാണുള്ളത്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതൂ, മരണം വിധിച്ചിരുന്നുവെങ്കിൽ നിനക്ക് മരിക്കാമായിരുന്നു. മരണം വിധിച്ചിരുന്നെങ്കിൽ മരിക്കായിരുന്നു, മരിക്കൂല. നരകത്തിൽ ഇങ്ങനെ വല്ലാതെ വിഷമനുഭവിക്കുന്നവനെ ഒരു ദിവസത്തെ ശിക്ഷയിൽ ഒരു ദിവസം ഒരളവ് തരുമെന്ന് ചോദിക്കുന്നൊരായത്തുണ്ട്. യൗമം മിനൽ അദാബ് ഉദ്ഉ റബ്ബക്കും, നരകത്തിന്റെ പാറാവുകാരായ മലക്കളോടെ സത്യനിഷേധി ആവശ്യപ്പെട്ട ഉദ്ഉ റബ്ബക്കും, നിങ്ങളെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കിൻ. യുഖഫിഫു അന്നാ യൗമം മിനൽ അദാബ്, ഒരു ദിവസം ഞങ്ങൾക്കൊരളവ് നൽകുമോ? സഹിക്കാൻ പറ്റുന്നില്ലത്, താങ്ങാനാവുന്നില്ല. ഈ അല്ലാത്തൊരു ലോകത്താണ് ഞങ്ങൾ. ഒരല്പ ദിവസം വേണ്ട, ഒരു ദിവസം ഞങ്ങൾക്കൊരു ഇളവ് നൽകുമോ? ശിക്ഷയിൽ നിന്നൊരു കുറവ് നൽകുമോ എന്ന് ചോദിക്കുന്ന ആയത്ത് ഖുർആനിൽ കാണാം. മറ്റൊരിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വനാദോ യാ മാലിക്കു, മാലിക് എന്ന മലക്കിനോട് നരകവാസി ചോദിക്കുകയാണ്, ലിയഖ്ളി അലൈനാ റബ്ബുക്, റബ്ബിനോട് നിങ്ങളൊന്ന് ആവശ്യപ്പെടുമോ? എന്താണ് ആവശ്യപ്പെടാൻ പറയുന്നതെന്ന്? മരിപ്പിക്കാൻ, ഞങ്ങളും ജീവൻ കളയാൻ വേണ്ടി ഞങ്ങളുടെ റൂഹൊന്ന് എടുക്കാൻ അല്ലാണെന്ന് പറയോ? ആ സമയത്ത് എന്താ മാലിക് എന്ന മലക്കിന്റെ മറുപടി? ഇന്നക്കും മാക്കിസൂൻ, നിങ്ങൾ ശാശ്വതരായി ജീവൻ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകേണ്ടവരാണെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം പ്രയാസകരമാണ്, എല്ലാം വിഷമകരമാണ്. എത്ര ആയത്തുകൾ നരകവുമായി ബന്ധപ്പെട്ടുന്നുണ്ടെന്നോ. തൊലി ഇങ്ങനെ മാറും, ഒലിച്ചിറങ്ങുമ്പോൾ ഒലിക്കുമ്പോൾ വേറെ ഫ്രഷ് തൊലി ഇങ്ങനെ ഇടും. അങ്ങനത്തെ ആയത്ത് കേട്ടില്ലേ നിങ്ങൾ? ഇന്നല്ലദീന യക്ഫുറൂ ബിആയാതിനാ നുസ്ലീഹിൻ നാറാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവർ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും. കുല്ലമാ നുളിജത് ജുലൂദഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, എത്ര മനുഷ്യരെ കൊന്നോനി കൃത്യമായിട്ട് ശിക്ഷിക്കാൻ അല്ലാഹു കഴിയും. വേറെ ഫ്രഷ് തൊലി ഇങ്ങനെ വരും. എന്തിനാൽ ഈ യദൂഖുൽ അദാബ, ഓ ആസ്വദിക്കണം. ഓ ആയിരങ്ങളെ കൊന്നൊടുക്കിയവനാണ്, ഒട്ടനവധി തിന്മകൾ ചെയ്തവനാണ്, അവൻ അനുഭവിച്ചേ പറ്റൂ. സുഹൃത്തുക്കളെ, നരകത്തിൽ ഓനെ മിണ്ടാൻ അയക്കൂല, അതാ പ്രശ്നം. ഓനെ വാ പൊളിക്കാൻ അയക്കൂല. ലഫ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. ലഫ് എന്താ? മുഖം കരിച്ച് കളയ. സുഹൃത്ത് മുഅ്മിനൂന്റെ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും. ഇടത് കയ്യിൽ പുസ്തകം, പിന്നെ ആരുടെ തുലാസ് നന്മയാൽ കനം തൂങ്ങി അവൻ വിജയി, തിന്മയാൽ കനം തൂങ്ങി നന്മയില്ലാത്ത അവരാ നഷ്ടക്കാരാണെന്ന് പറഞ്ഞിട്ട് തെൽഫഹു വജൂഹും മിന്നാർ, നരകം അവന്റെ മുഖം ഇങ്ങനെ, മുഖത്തെ മാംസം ഇങ്ങനെ കരിഞ്ഞു കളി. പല്ലിളിച്ചവനായ നില തെൽഫഹു വജൂഹും മിന്നാർ എന്നാണ് എന്താ? അവന്റെ പല്ലിളിച്ചും കൊണ്ടിരിക്കും. മുഖത്തെ മാംസം പോയാൽ പിന്നെ തലയോട്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പല്ലിങ്ങനെ കാണുമ്പോൾ ചിരിക്കാൻ തോന്നും. എന്നിട്ടോ അവിടുന്ന് പ്രയാസത്തോടെ അല്ലാണ്ട്, അല്ലാ ഞങ്ങളെ രക്ഷപ്പെടുത്തോ, ഒന്ന് കരകയറ്റോ എന്നൊക്കെ ചോദിക്കാൻ. അപ്പം അല്ല ചോദിക്കാം, അലന്തുക്കുനായ അത്യസുലാലയിക്കും, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് ഓതി കേൾപ്പിച്ചിരുന്നില്ലേ? നീ അതിനെ കളവാക്കുകയായിരുന്നുവല്ലേ? വിശ്വാസികളെ, അവസാനമായി റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, ഒന്ന് കരകയറ്റ റബ്ബേ, ഒന്ന് തിരിച്ചു പോക്കാൻ അവസരം കൊണ്ടാ. ഇനി ഞങ്ങൾ നന്മയിലൂടെ സഞ്ചരിക്കാതെ തിന്മയുടെ വഴിയിൽ തന്നെയാണോ സഞ്ചരിക്കുക ഞങ്ങൾ അക്രമകാരികൾ? ആ സമയത്തുള്ളവരെ മിണ്ടല്ലടോ,
ഖാല ഖ്സൂ ഫിഹാ വലാ തുകല്ലിമൂൻ. ഈ ആയത്തൊക്കെ നിങ്ങൾ ഖുർആൻ ഓതും അടിവരയിടണം. ഖാല ഖ്സൂ ഫിഹാ വലാ തുകല്ലിമൂൻ. മിണ്ടല്ല നീ, ഒരക്ഷരം മുരിയാടാൻ ഇന്നത്തെ ലോകത്ത് നിനക്ക് ചാൻസ് ഇല്ല. എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് ഞാൻ അവസരം നൽകിയിരുന്നു. അലന്തക്കുൻ ആയാതീ തുത്ലാ അലൈക്കും, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് ഞാൻ ഓതി കേൾപ്പിച്ചു തന്നിരുന്നില്ലേ? നമ്മൾ എന്താ പറയാ പ്രിയപ്പെട്ടത്? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഓ വലിയ ഒച്ചമുളിയൊക്കെ ഉണ്ടാവും. ഓഹം യസ്തരിഖൂന ഫിഹാ, അലമുറയിടുന്നാണ്, അട്ടഹസിക്കും അവൻ, ആർപ്പുവിളി നടത്തും. തിരിഞ്ഞു നോക്കാൻ റബ്ബില്ല. ഇവിടുന്ന് ഇല്ലേ, ഒരിക്കലല്ല തിരിഞ്ഞു നോക്കൂല. ഓഹം യസ്തരിഖൂന ഫിഹാ റബ്ബനാ അഖ്രിജ്നാ. അവിടുന്ന് പറയുന്നത് എന്താ? ഒന്ന് കരകയറ്റ്. നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇന്നാളുവരേക്കും ചെയ്യാത്ത സുകൃതങ്ങൾ റബ്ബേ ഇനി ഞാൻ ചെയ്തു കൊള്ളാം. അല്ലാഹ് ചോദിക്കുന്നൊരു ചോദ്യം, അവലൻ നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ആലോചിക്കാൻ, മനസ്സിലാക്കാൻ, മാറാനുള്ള സാഹചര്യം എമ്പാടും നിനക്ക് ജീവിതത്തിൽ തന്നില്ലേ? ഇഷ്ടം പോലെ തന്നില്ലേ? പക്ഷെ നീ അത് ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് അനുഭവിച്ചു എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇത് ഭയാനകതയുടെ ലോകമാണ്. ഈ നരകത്തിൽ നമുക്ക് രക്ഷ കിട്ടി, അനുഗ്രഹത്തിന്റെ സ്വർഗം കിട്ടും അല്ലേ? ഇനി സ്വർഗത്തെ പറ്റി പറയാൻ സമയമല്ല, ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. ഞാൻ വേഗത്തിൽ സ്വർഗത്തിന്റെ സുഖാനുഭൂതികളെ പറ്റി 1-2 കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ വിഷയം അവസാനിക്കും. വിശ്വാസികളെ ശ്രദ്ധിച്ചു. സ്വർഗം ഇതുപോലെയുള്ള ലോക, കുട്ടികളും മക്കളും കുടുംബമൊക്കെ ഒത്തുചേർന്ന ലോക സ്വർഗം. പാപ്പ മരിച്ചാല് അപ്പാനെ കാണാൻ ആഗ്രഹിക്കാത്തവരാ. ചിലപ്പോൾ മക്കള് ഇളം പ്രായത്തിൽ മരിച്ചു പോകും. ഓലെ കാണണ്ടേ, നമ്മൾ ഉടപ്പറപ്പിങ്ങളെ കാണണ്ടേ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കാണണ്ടേ? എല്ലാവരെയും കാണാൻ പറ്റുന്ന ലോക സ്വർഗത്തിൽ. നരകത്തിലാണെങ്കിൽ കണ്ണ് കാണൂല. നരകത്തിൽ എന്നാ പ്രയാസം അനുഭവിക്കുന്നവനെ അതിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാത്തവർക്ക് അല്ലാഹ് കാണിച്ചു കൊടുക്കും. നരകത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മകന് വാപ്പാനെങ്ങനെ കാണിച്ചു കൊടുക്കും? കേട്ടോ, വാപ്പാടി വെക്കുക, വാപ്പാ ഒരിറ്റു വെള്ളം നിങ്ങൾക്ക് തരുമോ? ഓനെ വിഷമിപ്പിക്കാനാണ്. നാദോ ഇങ്ങട്ടാ യുനാദൂനുഹു എന്നൊക്കെ പറയുന്ന ആയത്തൊക്കെ സൂറത്ത് ഹദീദിലൊക്കെ കാണാൻ പറ്റും. സ്വർഗം സന്തോഷത്തിൻ്റെ, അല്ലല്ലാത്ത, അലട്ടലില്ലാത്ത, രോഗമില്ലാത്ത, ടെൻഷനില്ലാത്ത, നസേന മനസ്സിൻ്റെ. ഇപ്പോൾ ഈ ഇരിക്കണം, നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ 100,000 പ്രശ്നങ്ങൾ മനസ്സിലുണ്ടാവും. സാമ്പത്തിക വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. എന്നാ അതൊന്നുമില്ലാത്ത നസേന മാഫി സുദൂരി മിൻ ഗില്ലിൻ, വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം ഉണ്ടാവില്ല, ഒരാളോടും ഭാഗ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ലോകമാണ്. ജന്നാത്തു ആദിനില്ലത്തി വഅത്തുഹും, ജന്നാത്തു ആദിനില്ലത്തി വഅത്തുഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം. ആരാണ് അവിടെ സുഹൃത്തെ? സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ, വഅസ്വാജിഹിം മക്കൾ, വഅസ്വാജിഹിം ഇണകൾ, വസുദ്ദിയാതിഹിം മക്കൾ അല്ലേ? എല്ലാവരും ഒത്തുചേരുന്ന സംഘം ഭൂമി. 70 വയസ്സ് മരിച്ച വാപ്പിയും നല്ല ചുറുചുറുക്കോടെയൊക്കെ, 95 മരിച്ച ഉമ്മയും നല്ല ചുറുചുറുക്കോടെ ആയിരിക്കും. എല്ലാവരും നല്ല ചുറുചുറുക്കോടെ, ആശുപത്രിക്കും വേണ്ടി എവിടേക്കും വേണ്ട സന്തോഷത്തിന്റെ റാഹത്തിന്റെ ലോകം. ഈ വിസ്തൃതമായ പ്രപഞ്ചം മണിയിച്ചൊരുക്കി റബ്ബല്ലേ. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകളുടെ സമാധാനത്തിന്റെ വാക്കുകൾ എല്ലാ കവാടങ്ങളിൽ നിന്നും. അതാർക്ക ഒരുക്കി വെച്ചിരിക്കുന്നത്? വിശ്വാസികൾക്ക്, മുത്തഖീങ്ങൾക്കാണ് അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലേ? അന്യോന്യം അഭിമുഖമായി ചാരിയിരിക്കുക, ഖുർആന്റെ ശൈലി. യാസീൻ സൂറയിൽ പരിചയമുള്ള ആയത്ത്, ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായിക്കി. ഈ ദുനിയാവിൽ എപ്പോഴും ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മുഖത്തോട് മുഖയിരുന്ന് വർത്താനം പറയാൻ സമയം കിട്ടാത്തവരായിരിക്കും വലിയ ശതമാനം. എന്നാൽ രണ്ടുപേരും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു, മുത്തഖീങ്ങളായി മുന്നോട്ട് പോയി. എന്നാൽ അവർ പരലോകത്ത് ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ, തണലുകളിൽ, അലൽ അറായിക്കി, അരീക്കത്താണ് എന്താ? ചാരിയിരുന്ന് സുന്ദരമായ സോഫുകളിൽ ചാരിയിരുന്ന് സന്തോഷിക്കുന്നവരാണ്. സുഹൃത്തുക്കളെ, സ്വർഗത മനസ്സാഗ്രഹിക്കണമൊക്കെ കിട്ടും. എന്തൊരു വിശ്വാസി ആഗ്രഹിച്ചോ, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് മുഅ്മിനീങ്ങളെ 2-3 കഷ്ണം തുണിയിൽ പൊതിയുന്നത്, അതൊക്കെ അവിടെ പൂർത്തീകരിക്കും. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ. നിങ്ങൾക്ക് മനസ്സാഗ്രഹിക്കണമൊക്കെ കിട്ടും. എന്തും വിശ്വാസി ആഗ്രഹിച്ചു. മത്സ്യപിടുത്തക്കാരനാണ്, മത്സ്യം പിടിക്കുന്ന ഒരു താല്പര്യമുള്ള ഒരാള്, ഒരു ഹദീസിലാണ്, മത്സ്യം പിടിക്കുന്ന ചിലർക്കൊക്കെ ഒരു താല്പര്യമാക്കാൻ. എന്ത് തിരക്കുണ്ടെങ്കിലും ചിലപ്പോൾ വലയെടുത്തിട്ട് പോകും. അവിടെ എത്തുന്ന സമയത്ത് മത്സ്യം പിടിക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ച ന്യായമായ ആഗ്രഹമാണല്ലോ. ഭൂമി കാണാത്ത മീൻ ഇങ്ങനെ കാണാൻ വലയോണ്ട് പോയാൽ എങ്ങനെ കാണും? അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച എന്താഗ്രഹം. അള്ളാന്റെ ഖുർആനിലെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة
അലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. ആയത്ത് വിശദമാക്കാൻ സമയമല്ല. ഇടല്ല പറയാം, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും. എല്ലാം എനിക്ക് തരാം. ഇനി ശ്രദ്ധിച്ചോളും പ്രിയപ്പെട്ടവരെ, ആയത്തുകൾ ഇനി ഓതാൻ സമയമല്ല, കുറേ ആയത്തുകളുണ്ട്. ഈ സ്വർഗ്ഗമായിരുന്നു സഹാബത്തും എല്ലാവരും മനസ്സിൽ കണ്ടത്. ജീവിതം നന്നായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിക്കണിന് മുമ്പ് നീ സ്വർഗാവകാശിയാന്ന് റസൂൽ എന്തുകൊണ്ടാ പറഞ്ഞത്? ഈ സ്വർഗം കിട്ടാൻ സ്വർഗത്തിന്റെ സുഖം അനുഭവിച്ചു. ആയത്ത് കൂടെ സ്വർഗത്തിന്റെ സുഖാനുഭൂതി അവർക്ക് ബോധ്യപ്പെട്ടു. എന്തിനും തയ്യാറായി അല്ലേ? സുബഹി സ്വലാത്ത് കഴിഞ്ഞാൽ അതാ അബൂബക്കർ റളിയല്ലാഹുവിനെ കാണൂല. ഉമർ റളിയല്ലാഹു ഇങ്ങനെ നോക്കാണ്, മത്സരിക്കാൻ സ്വർഗം കിട്ടാൻ. എവിടേക്ക് ഈ അബൂബക്കർ പോണത്? എന്നും കാണുന്നില്ല. ദിക്റും തുഴയൊന്നും വല്ലാതെ ചെല്ലാതെ എണീറ്റ് പോകാം. വിശ്വാസികളെ, ഉമർ റളിയല്ലാഹു അല്പം ദിവസം കഴിഞ്ഞ് പിറകു കൂടുന്നു. സഹോദരങ്ങളെ, ചരിത്രം നിങ്ങൾ കേട്ടിരിക്കും. ഒരു കണ്ണ് കാണാത്തൊരു അജൂസായ ഒരു വയസ്സെത്തിയായ ഒരു സ്ത്രീ ഉണ്ട്, കുറേ ഉള്ളു ഭാഗത്ത്. ആ സ്ത്രീക്ക് ഒരു ഹിദ്മ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു ഒന്ന് പിറകിൽ കൂടി. എന്നിട്ട് ഒരു വഴി കൂടി പോയാൽ മറ്റൊരു വഴിയില്ല. അവിടെ എത്തിയപ്പോൾ മാറി നിന്നു. ചുരുക്കി പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു വന്ന വഴിക്ക് തിരിച്ചു പോയപ്പോൾ ഉമർ റളിയല്ലാഹുവിന് അബൂബക്കർ റളിയല്ലാഹു തിരിച്ചു പോയപ്പോൾ ഉമർ റളിയല്ലാഹു വഴിക്ക് കയറി ചെന്നപ്പോൾ ഒരു സ്ത്രീ ക്ഷീണിതയാണ്. അപ്പോൾ ചോദിച്ചു, എന്താ അവസ്ഥ? പറഞ്ഞു, ഇന്ന അവസ്ഥയാണ്. എങ്ങനെ നിങ്ങളുടെ ജീവിത വഴികളൊക്കെ? ഒരു മനുഷ്യനോട് വരുന്നു, ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കും, ഒരല്പം ഭക്ഷണം കൊണ്ടുവരും, അദ്ദേഹം കുറച്ച് ഭക്ഷണം ഞങ്ങൾക്ക് തരും ചെയ്യും. വിശ്വാസികളെ, ആരാണതറിയോ? അറിയില്ല. ഉമർ റളിയല്ലാഹു അവിടെ മുട്ടുകുത്തി വീണ് കരയാണ്. അബൂബക്കർ എല്ലാരെയും വിഷമിപ്പിക്കുന്ന മനുഷ്യനാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ കൂടെ ഓടി എത്തൂലല്ലോ, പിൻഗാമികളെ പ്രയാസപ്പെടുത്താണല്ലോ അബൂബക്കർ എന്ന് പറഞ്ഞ്. കാരണം ആ മനുഷ്യൻ്റെ അവിടേക്ക് എത്തൂലല്ലോ എന്ന് പറയാം. എന്തേ പ്രിയപ്പെട്ടവരെ? കാരണം ആരിൽ നിന്നും കൈയിടി കിട്ടാനല്ല, ഫേസ്ബുക്കിൽ വരാനല്ല, എവിടെയും വരാനല്ല. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. മുഖം ചുളിഞ്ഞു പോകുന്ന ഭീകരമായൊരു ദിവസം തന്നെ ജീവിതത്തിൽ വരാനുണ്ടെന്ന തിരിച്ചറിവ്. അത്ഭുതമല്ല പ്രിയപ്പെട്ടവരുടെ ജീവിതം? എത്ര സംഭവങ്ങൾ! എന്തിനും ഒന്നാമൻ അബൂബക്കർ, എന്തിനും ഒന്നാമൻ അബൂബക്കർ. ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു വന്നപ്പോൾ ഒരു സ്ത്രീ ആകെ വിഷമിച്ചു പറയാം, ഇനി എൻ്റെ ഒട്ടകത്തിന്റെ പാലാരാ കറന്നു തരാ? അൽ ഖലീഫ യഹ്ലിബുന്നാഖ, ഖലീഫ ഒട്ടകത്തിന്റെ പാല് കറന്നു തരൂ? ആ മനുഷ്യൻ ചെയ്യുന്നൊരു സേവനാണ് ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുക്കും. ഇനി ഖിലാഫത്ത് ഏറ്റെടുത്താൽ അത് നിർവഹിക്കോ? ഭയപ്പാടായിരുന്നു. അതും ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചരിത്രം ഇനി പറയണോ? വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം അത്ഭുതമല്ല പ്രിയപ്പെട്ടവരെ? ഈ സ്വർഗവും നരകവും കണ്ട് ജീവിക്കരുന്നു. ഒരു അറാബി വന്നിട്ട്, യാ ഉമർ അൽ ഖൈരി ജുസീതൽ ജന്ന ഉക്സുബുനിയാതി വ ഉമ്മാഹുന്ന. ഒരു അറാബി വന്നിട്ട് പറയണം, ഖലീഫ ഉമർ ഞങ്ങൾക്ക് ഉടുക്കാൻ ഡ്രസ്സ് തരണം. എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളൊന്നും ഉടുക്കാൻ ഡ്രസ്സില്ല, അങ്ങ് ഖലീഫയല്ലേ, ഞങ്ങൾക്കുള്ള ഡ്രസ്സ് തരണം എന്ന് പറയണം. കേട്ടോ, ഞങ്ങൾ ആകപ്പാടെ വിഷമത്തിനും പെട്ടിയിലും ദാരിദ്ര്യത്തിനുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വതസിദ്ധമായ ശൈലി പറഞ്ഞു, അന്നില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാൻ പറ്റാന്ന് രൂപത്തിൽ. ആ സമയത്ത് വീണ്ടും അയാൾ പാട്ട് പാടുന്ന ഇമ്മായിലന്നാരി ഇമ്മാ ജന്ന, സ്വർഗത്തും നരകത്തും മാറ്റുന്നൊരു ലോകല്ലേ. അന്നതിൻ്റെ പേരിൽ അങ്ങ് ചോദ്യത്തിന് വിധേയനായിത്തീരും. പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങൾ കൊണ്ട് പരിഹാരം കാണിച്ചു കൊടുക്കുക. പൊട്ടിക്കരഞ്ഞ് ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത മനുഷ്യനല്ല, പരിഹരിച്ചു കൊടുക്കുക. വേഷം മാറി നടക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വേഷം മാറി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നു. എന്താ? അസ്സലാമു അലൈക്കും. വലൈക്കുസ്സലാം. എന്താ പ്രശ്നം? നിങ്ങളൊരാണായിരുന്നെങ്കിൽ, നിങ്ങളൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ മറുപടി പറയുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് അറിയില്ല, ഇത് ഉമറാണെന്ന് അറിയണില്ല. നിങ്ങളൊരു പെണ്ണാണെങ്കിൽ ഞങ്ങളോട് എന്താ മറുപടി പറയായിരുന്നു? അപ്പോൾ ഈ മനുഷ്യന്മാർ ഉമർ റളിയല്ലാഹു അൻഹു, എനിക്കൊരു പെണ്ണ് വേണമെങ്കിൽ സുഹൃത്തെ, ഞാൻ എനിക്ക് ആവശ്യമാണെങ്കിൽ സംഘടിപ്പിച്ച് തരാമെന്ന രൂപത്തിൽ പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞെന്താണ്, നിന്റെ ഭാര്യ പ്രസവിക്കാറായിട്ടുണ്ട്, ഒന്നാമത്തെ പ്രസവമാണ്, ശുശ്രൂഷിക്കാൻ ഒരാളില്ല, വേഗം മോനെ ഇവിടെ നിൽക്കുകയായിരുന്നു, വേഗം വീട്ടിൽ പോവുക, ഭാര്യൻ്റെ കൈ പിടിച്ചിട്ട് വരിക, വേഗം എവിടുക്കാൻ ചോദിക്കണം, പോരൻ്റെ കൂടെ.
അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് എൻ്റെ ഭാര്യയാക്കി കൊടുത്തു. അല്പസമയം കഴിഞ്ഞപ്പോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സുഹൃത്തിന് ആൺകുഞ്ഞു പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് ഒച്ചത്തിൽ പെണ്ണുങ്ങളെ വിളികൾ. അതിനാണ് ഈ ചെറുപ്പക്കാരൻ, പടച്ചോനെ, വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപൻ ഉമറാണോ, അദ്ദേഹത്തിന്റെ ഭാര്യയാണോ എൻ്റെ പ്രസവ ശുശ്രൂഷക്കാക്കി തന്നത് എന്ന് നിലക്ക് വേദനിക്കും. അതാണ് സഹോദരങ്ങളെ സ്വർഗ്ഗനരകം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അത്ര കാലമായി ഞാനും നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കും. പ്രിയപ്പെട്ടവരെ, ഖുർആൻ നല്ലോണം പഠിച്ചോളി. അള്ളാഹിൻ്റെ ഖുർആൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നോ, അതിലൂടെ നരകസ്വർഗം ബോധ്യപ്പെട്ടവൻ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്നും ഇതിൻ്റെ തുടർച്ചക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ. ആരുടെ കയ്യിൽ നിന്നും നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കാതെ, ഒരാളിൽ നിന്നും നന്ദി വാക്ക് ആഗ്രഹിക്കാതെ, സുഹൃത്തുക്കളെ, രഹസ്യമായി നന്മകളുടെ കൂമ്പാരങ്ങളുമായി ജീവിക്കുന്നവർ ഈ സമൂഹത്തിലുണ്ട്. പ്രവാചകൻ സഹാബത്തും അങ്ങനെയായിരുന്നു. 10 പേർക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞ പോലെ ചരിത്രം പറയാൻ സമയമല്ല. അബൂബക്കർ ഫിൽ ജന്ന, 4 ഖലീഫമാർ, സഈദ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. ഇന്നലെ ബദർ 17 ആയിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ? വാപ്പി മകനും ഏറ്റുമുട്ടി യുദ്ധമാണ് ബദർ, ആദർശത്തിനു വേണ്ടി. വാപ്പ മകന്റെ വെട്ടേറ്റുകൊണ്ട് വാപ്പ പടഞ്ഞു വീണ് മരിക്കുന്നു. ചരിത്രത്തിലാകെ പലപ്പോഴും അത് വിഷമമുണ്ടാക്കി പ്രവാചകൻ സഹാബത്ത്. ആ സമയത്ത് മകനെ അള്ളാഹു കൊടുത്തൊരു ധൈര്യം, അയ്യദഹും ബിറൂഹിൻ മിൻഹു. സൂറത്ത് മുജാദലയിൽ അവസാനത്തെ ആയത്ത് നിങ്ങൾ ഓതി നോക്കി. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദല്ലാഹു വറസൂലുഹു. അതാണ് ശത്രുക്കൾ വിശ്വാസികളുടെ ഭാഗത്ത്. അബൂബൈദ് ഇറങ്ങിയപ്പോൾ വയസ്സരായ ജറാഹിന് അപ്പുറത്തേക്ക് ഇറങ്ങാണ്. ഒരു വിചാരിച്ചത് മകന് വാപ്പാനെ കണ്ട പിറകോട്ട് മാറുമെന്നാണ്. വിളിച്ചു പറഞ്ഞുപ്പാ, നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ, നിങ്ങളെ തിളങ്ങുന്ന വാൾ ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നേരെ അടുക്കല്ലേ, ഉപ്പാ വരല്ലെന്ന് പറഞ്ഞു. ഇത് തൗഹീദും ശിർക്കും നമ്മൾ ഏറ്റുമുട്ടലാണ്. വാപ്പി മകൻ നമ്മൾ ഏറ്റുമുട്ടല്ല. എനിക്ക് പിറകോട്ട് പോകാൻ പറ്റൂല. ആ സമയത്ത് വാപ്പ പറഞ്ഞ, എന്നെ കൊന്നിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. ആ മകൻ അബൂബൈദ പറയാ, പ്രിയപ്പെട്ടവരെ, അബൂബൈദ് ജറാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കൊരു പതർച്ച വന്നു, എനിക്കൊരു വിഷമം വന്നു, പക്ഷെ ഒരു ധൈര്യം എനിക്ക് കൈ വന്നു. പ്രിയപ്പെട്ടവരെ, വാപ്പി മകനും ഏറ്റുമുട്ട. അതൊക്കെ എന്തുകൊണ്ടാണ്? സ്വർഗത്തിന്റെ പരിമളം എങ്ങനെ അനുഭവിക്കരുത്, സ്വർഗത്തിന്റെ വാസന അനുഭവിക്കാണ്. വാപ്പാനുള്ള വെറുപ്പ് വിദ്വേഷമല്ല. ഖുർആൻ ആയത്തിറങ്ങി, ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അവർ അള്ളാഹിന്റെ പാർട്ടിയാണ്, അള്ളാഹിന്റെ പാർട്ടി തന്നെയാണ് വിജയിക്കുന്നവർ. ആയത്തിന്റെ അവസാനം എങ്ങനെ? അയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിൽഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തി, അടിഭാഗത്തിൽ നദികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പിൽ അള്ളാഹു പ്രവേശിപ്പിക്കുമെന്നാണ്. സഹാബത്തൊക്കെ ഇതിന്റെ അവസ്ഥകൾ ഇങ്ങനെ സഞ്ചരിച്ചവരാണ്. ഒരു സഹാബിയുണ്ട്, യുദ്ധക്കളത്ത് കൂടുന്നു, അനസ് ബിൻ റളിയല്ലാഹു അൻഹു. സ്വർഗത്തിന്റെ പരിമളം എനിക്ക് അനുഭവിക്കുന്നു. ഉഹുദിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ വിശ്വാസികൾക്ക് വിജയം ഉണ്ടായി, 2ാം ഘട്ടം പരാജയം ഉണ്ടായി. ഖാലിദ് ബിൻ വലിയ നേതൃത്വത്തിൽ സംഘം ഉയരച്ചു കയറി വിശ്വാസികളെ അരിഞ്ഞണ്ട് വീഴ്ത്തി. 70 ശുഹദാക്കളാണ് ഉഹുദിൽ ഉണ്ടാകുന്നത്. അതുപോലെ ആഗ്രഹിച്ചവർക്ക് അള്ളാഹു മരണം കൊടുത്തു. അത് നമ്മൾ മനസ്സിലാക്കണം. ബദറിൽ മരിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ നബിനോട് വന്നിട്ട് പറഞ്ഞ, തുണക്കാരൊക്കെ സ്വർഗത്തേക്ക് പോയല്ലോ. 14 ആളുകളാണല്ലോ ബദർ ശുഹദാക്കൾ. ഓലൊക്കെ സ്വർഗത്തേക്ക് പോയി, ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് ചാൻസ് തരുന്നു. അതാണ് ഖുർആൻ സൂറത്ത് അഹ്സാബ്, മിനൽ മുഅ്മിനീന റിജാൽ. ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ആയത്ത് നിങ്ങൾ ഇങ്ങനെ കേൾക്കണം. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ് ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലൂ തബ്ദീലാ. കാത്തിരുന്നവർ, മരണത്തെ കൊതിച്ചിരുന്നവർ. വമിൻഹും മൻ ഖളാ നഹ്ബഹു. ഒരു സഹാബിയുണ്ട്, ഓട യുദ്ധക്കളത്തിലേക്ക്. അപ്പൊ സഹദുല്ലാഹ് തടഞ്ഞു നിർത്തി. എങ്ങോട്ടെങ്ങായി ഓടുന്നത്? ശത്രുക്കൾ നമ്മളെ ഓരോരുത്തരെയും വെട്ടിവീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ടോടുന്നു? വാ ലരീഹുൽ ജന്ന. ആ സഹാബി പറഞ്ഞെന്താ? സ്വർഗത്തിന്റെ പരിമളം എനിക്ക് അനുഭവപ്പെടുന്നു, ആ സ്വർഗം എനിക്ക് ലഭിക്കണം. എന്നിട്ട് ഈ സഹാബിയെ കാണുന്ന എവിടെയാണെന്നോ, ശരീരം തിരിച്ചറിയാത്ത രൂപത്തിൽ ഛിന്ന ഭിന്നമായ നിലയിൽ അനസ് ബിൻ റളിയല്ലാഹു അൻഹു കാണുന്നു. ഓലൊക്കെ അദ്ദേഹത്തിന്റെ സത്യപ്പെടുത്തി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു എന്ന നിലക്കാണ് മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ് വമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ. അള്ളാഹിന്റെ ആ
മിൻഹും മൻ ഖദാ നഹ്ബു പറഞ്ഞെന്താ? അത് ഊഴം കാത്തിരിക്കുക, അള്ളാഹിനുള്ള കരാർ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ഒക്കെ കണക്ക് തരാന്ന് പറഞ്ഞ് കൊടുക്കാൻ കാത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞെന്താണെന്ന് പ്രിയപ്പെട്ടവരെ, അവിടെ ജീവിതത്തെ ആ സകലം ഈ ഒരു ചിന്തയാണ് മാറ്റിയത്. ആ നരകത്തെ പറ്റിയുള്ള ഭയപ്പാട് അല്ലേ. ഒരു സഹാബി വന്നിട്ട് എന്നെ എറിഞ്ഞു കൊല്ലുമെന്ന് പറയുന്നു. നരകത്തിൻ്റെ ചൂടൊലിക്ക് ഞാൻ അനുഭവപ്പെടുമായിരുന്നു. നരകത്തിൻ്റെ ചൂടൊലിക്ക് ഞാൻ അനുഭവപ്പെടാൻ മായിസ് റളിയല്ലാഹു അൻഹു എന്നെ എറിഞ്ഞു കൊല്ലണം എന്നൊന്ന് പറയുന്നു. ഓർത്ത കല്ലുകളെ കൊണ്ട് ആ മനുഷ്യനെ എറിഞ്ഞു കൊല്ലാണ്. ആരും വന്ന് പറഞ്ഞതല്ല, അയാൾ ആ വീതത്തിൽ സഞ്ചരിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹിനോട്. പച്ചയായ മനുഷ്യൻ വരികയാണ്. ത്വഹിർനി യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ എന്നെ വൃത്തിയാക്കണം, നിങ്ങൾ എന്നെ വൃത്തിയാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, മായിസ് എന്താ? മായിസ് റസൂലുള്ളാഹിക്ക് സുപരിചിതനായ ഒരു സ്വഹാബിയാണ്. നബി പല സമയത്തും ചോദിച്ചിട്ടുണ്ട്, മായിസ് എവിടെയും ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ? എന്നും നബിയുടെ മജ്‌ലിസിൽ വരുന്ന സുഹൃത്ത് കാണാതായപ്പോൾ നബിയുടെ അന്വേഷണമാണ്. തടിച്ചു കൊഴുത്ത് നല്ല ആഫിയത്തുള്ളൊരു മനുഷ്യൻ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. അപ്പൊ സഹാബത്ത് പറഞ്ഞൊരു വാക്കെന്താണെന്നോ? ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, കാണുന്നില്ല എന്നാ പറയുന്നത്. പിന്നെ അദ്ദേഹം സ്വമേധയെ അങ്ങനെ കടന്നു വരാം. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. നബി ഇങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല. ശരീരമാകെ ക്ഷീണിച്ചിട്ടുണ്ട്, കണ്ണുള്ളോട്ട് ആണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് എന്താ വന്ന് പറയുന്നത്? എറിഞ്ഞു കൊല്ലണം. എന്താ പ്രിയപ്പെട്ടവരെ, അവിഹിതത്തിൽ നടക്കുന്ന ആണും പെണ്ണും മനസ്സിലാക്കേണ്ടതാണോ? ആരൊക്കെ കാണരുതെന്ന് വിചാരിച്ചിട്ടാണോ ആ തിന്മയുടെ വഴിയിൽ സഞ്ചരിച്ചതെങ്കിൽ എല്ലാവരുടെയും കാണാൻ ആരും അറിയരുത് എന്ന് വിചാരിച്ച് സകലരുടെ മുന്നിലും ഇവൻ്റെ തനി നിറം അല്ലാഹു വെളിപ്പെടുത്തും. അതാ മഹ്ശറിലെ ഖിസി പറഞ്ഞാൽ, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു. ഒരാൾ നരകത്ത് പോയാൽ മാനം കിട്ടുമെന്ന് പറഞ്ഞാൽ അതാണ് ഇബ്രാഹിം നബി വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അതുകൊണ്ടാണ് ഈ മായിസ് വന്നത്. ഈ ഇരിക്കണ ഞാനോ നിങ്ങൾ അത്തരം വല്ല തിന്മകളും ചെയ്തിട്ടുണ്ട്, അള്ള പുറത്തു തന്നില്ലെങ്കിൽ, നല്ല ശ്രദ്ധിച്ചോ, അള്ള പുറത്തു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കരളൊരുകി മനമൊരുകി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാറിനെ തേടിയിട്ടില്ലെങ്കിൽ, എഴുതി വെക്കപ്പെട്ടത് മായ്ച്ചു കളയാൻ പ്രാർത്ഥന ചെന്നിട്ടില്ലെങ്കിൽ അവിടെ നമ്മുടെ കറക്റ്റ് അല്ലാഹു തൊലിയിരിക്കും. മാനം കെടുത്തും പ്രിയപ്പെട്ടവരെ, വഷളാക്കും അല്ലാഹു. അതാ മായിസ് നബിയെ, ഈ 1000 ആളുകൾ, ഈ അല്പം ആളുകൾക്കിടയിൽ ഞാൻ എറിഞ്ഞു കൊന്നോട്ടെ, എനിക്കത് വിഷയമല്ല. ജനകോടികൾ ഒത്തുചേരുമ്പോ മായിസ് ഒടുതുണിയില്ലാതെ ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റിലാക്കുമ്പോ ആ ഖിസി എനിക്ക് സഹിക്കാൻ വയ്യ പ്രവാചകരെ. എന്തേ? നരകത്തിന്റെ ചൂട് ഇങ്ങനെ അനുഭവപ്പെടാം. ഈ തെറ്റ് ദുർബല നിമിഷത്തിൽ വന്നിട്ട് പിന്നെ നബിയുടെ മജ്‌ലിസിലേക്ക് വരുന്ന വീട്ടിൽ കുത്തിരിക്കുക. പിന്നെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക്, പ്രവാചകന്റെ അരികിലേക്ക് വന്ന് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിനോട് ശിക്ഷ ഏറ്റുവാങ്ങാണ്, ഹദ് നടപ്പാക്കാണ്. ഞാൻ പറഞ്ഞെന്താണെന്നോ, അതാണ് സഹാബത്ത്. ഓലെ ജീവിതം പരിവർത്തിപ്പിച്ചത് പരിശുദ്ധ ഖുർആനാണ്. അതാണ് നരകം സ്വർഗം എന്ന് പറഞ്ഞാൽ ആ നിലക്ക് നമ്മൾ കാണാം. എത്രയോ അനുഭവങ്ങൾ, എത്രയോ പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ പ്രിയപ്പെട്ടവരെ അഭിഷേകമായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവർ താല്പര്യം കാണിക്കണം അല്ലെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു കച്ചവട സംഘം വരികയാണ്. 700 ഒട്ടകങ്ങളടങ്ങുന്ന വലിയൊരു കച്ചവട സംഘം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ അവസ്ഥ എന്താണെന്നോ? തൊട്ടതൊക്കെ പൊന്നാക്കിയൊരു മനുഷ്യനാണ്. മദീനത്തൊരവസ്ഥ എന്നാണ്, ഒരു കച്ചവട സംഘം വന്നാൽ അവരിൽ നിന്ന് കുറച്ച് വാങ്ങും, അങ്ങോട്ട് കൊടുക്കും, അങ്ങനെയൊരു സംവിധാനമാണ്. ഒരിക്കൽ കച്ചവട സംഘം വന്നപ്പോൾ നബി മദീനത്തെ മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓല ഇറങ്ങിയിട്ട് പോയി. അതിൽ ഖുർആനായത്ത് വത്തറക്കൂക്കെ കായിമെന്നുള്ള ആയത്ത് അപ്പോൾ ഇറങ്ങിയത്. കാരണം എന്താ? ഓല് വിചാരിച്ച അന്നം മുട്ടുന്നു. കാരണം ആ പോയി കഴിഞ്ഞാൽ പിന്നെ ഓൽക്ക് മഴീഷത്ത് മുട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഓല് ചെയ്ത് വലിയ തെറ്റായിരുന്നു. നബിനെ മിമ്പറിൽ എത്തിയിട്ട് ഓല ഇറങ്ങിപ്പോയി. എന്നായത്തിറങ്ങ ഒരു സംഘം ഇങ്ങനെ വരിക. അതിൽ ഇവരൊക്കെ പാടെ വാങ്ങാൻ ആളുകൾ ഇങ്ങനെ പൈസ കൊണ്ടും അങ്ങോട്ട് കൊടുക്കാൻ ഇങ്ങോട്ട് വാങ്ങാനൊക്കെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ വന്ന് പക്ഷേ ഇതിന് കസ്റ്റമേഴ്സ് ഈ സാധനത്തിന് ചുറ്റും ഇങ്ങനെ വട്ടണം നിൽക്കണം. പക്ഷെ എന്താ, കച്ചവടം നടക്കണില്ല. ഇവരോട് എത്ര പിന്നെ ഈ സാധനത്തിന് എത്ര, ഈ സാധനത്തിന് ചോദിച്ചാൽ എത്ര വില ചോദിച്ചാലും അതിൻ്റെ വില പിന്നെ നിങ്ങൾ ഇതിന് വില, മുതലാളി ഒരു വില നിശ്ചയിച്ചിരിക്കണം, ആ വിലയ്ക്ക് നിങ്ങൾ എത്തുന്നില്ല. ആ വിലയ്ക്ക് എത്തിയാലേ ഇത് വിൽക്കാൻ പാടുമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്ന് ചോദിക്കണവരൊക്കെ ബേജാറായി. എന്താ പടച്ചോനിത്, എന്താ വില എന്നുള്ള രൂപത്തിലൊക്കെ സംസാരമായി. അവസാനം ഒരിക്കലും വാങ്ങാത്തൊരവസ്ഥയിലേക്ക് നീങ്ങാണ്. ആ സമയത്ത് ഇവർ ദേഷ്യപ്പെടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടും തള്ളുന്ന അവസ്ഥയ്ക്ക് എത്തി.
അതിൽ ശരിക്കും എന്തായിരുന്നെന്നോ? ആ കച്ചവട സംഘത്തിന്റെ തലവൻ, അതിന്റെ മുതലാളി ആരായിരുന്നെന്നോ? അബ്ദുറഹ്മാൻ റളിയല്ലാഹു. ഇത് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാൻ. അപ്പം എന്താ, നിങ്ങൾ എത്രയായാലും വില കാണുന്നില്ല, അള്ള വില നിശ്ചയിച്ച എത്ര? മസല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബലത്തിൻ മിഅത ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. 700 ഇരട്ടി ആരും കൊടുക്കൂല്ലോ, 700 ഇരട്ടി ആരും കൊടുക്കൂല. അത്രക്കും വില ആര് പറഞ്ഞാലും എത്തൂല. ആ കംപ്ലീറ്റ് കച്ചവട സാധനങ്ങൾ പ്രിയപ്പെട്ടവരെ മജ്ജാനൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. അതാ അബ്ദുറഹ്മാൻ റളിയല്ലാഹു. അവരെ ഈ നിലക്ക് ഉയർത്തിയത് എന്താ? അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാടും നരക സ്വർഗത്തെ പറ്റിയുള്ള കൃത്യമായ തിരിച്ചറിവാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കണം നമുക്ക് ഇതുവരെ കേട്ടതിൽ നിങ്ങളുടെ മനസ്സിൽ ആ സ്വർഗ നരകത്തെ പറ്റിയുള്ള ധാരണ നമ്മുടെ മനസ്സിൽ വെക്കുകയും ഈ പ്രാർത്ഥനയോടുകൂടി നിങ്ങളെപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന അള്ളാഹ് നിന്റെ ശിക്ഷയെ ഭയന്ന് നിന്റെ രക്ഷയെ കൊതിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ എന്ന് എപ്പോഴും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ ഒത്തുചേരാൻ, ഓർക്കാനോ സഹിക്കാനോ താങ്ങാനോ ആവാത്ത നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.